കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഈ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പാമ്പ് കടിയേറ്റിട്ടുള്ള ഇഷ്യൂസ്, കുട്ടികളൊക്കെ മരണപ്പെടുന്ന വിഷയങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പാമ്പുകൾ എന്ന് പറയുന്നത് അതിലെത്രത്തോളം എങ്ങനെ അതാണോ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് എനിക്കറിയില്ല. എന്നാലും അങ്ങനെ ഒരു സംസാരമുണ്ട്, ചൂട് കൂടുന്നത് കൊണ്ട് തണുപ്പന്വേഷിച്ച് വരുന്ന പാമ്പുകൾ എന്നുള്ള ഒരു രീതിയിൽ. കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലെ പാമ്പുകൾ ഇത്രത്തോളം ഇപ്പോൾ നമ്മൾ കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൽ മരണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ സ്നേക്ക് ബൈറ്റ് വെച്ചിട്ടാണെന്നുള്ളൊരു കണക്കുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഇത് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കേൾക്കുന്ന ഒരു കാരണം എന്തായിരിക്കാം? ഒരു കാരണമായിട്ട് നമുക്ക് ചുരുക്കാൻ സാധിക്കില്ല. ഒരുപാട് പോയിന്റ്സ് ഒരുമിച്ച് വരുന്നതിന്റെ ഒരു സംഗതിയാണ്. നമ്മളിപ്പം പ്രധാനമായിട്ടും ചൂട് എന്ന് പറയുമെങ്കിലും ചൂട് എന്ന് പറയുന്നത് ഒരൊറ്റ കാരണം മാത്രമല്ല. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് നമ്മുടെ റെസ്ക്യൂ ഡാറ്റ ആണെങ്കിലും ഇത്തരത്തിൽ കടി ഉണ്ടാവുന്ന ഡാറ്റ എടുക്കുകയാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രധാനമായിട്ട് രണ്ട് സമയത്താണ്. ഒന്ന് ഈ മാർച്ച് മുതൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ. 2 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ്. മഴയാണ്. അപ്പോൾ ഈ പറയുന്ന വേനലായതുകൊണ്ട് എന്നുള്ളതല്ല. വേനലാണ്, ശരിയാണ്, ചൂടാണ്. മനുഷ്യർക്കുള്ള പോലെ തന്നെ ഈ പറയുന്ന എല്ലാ ജീവികൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇവര് ശീതരക്ത ജീവികളാണ്. അതിനർത്ഥം അവര് ചൂട് കൂടുമ്പോൾ നേരെ തണുപ്പിലേക്ക് പോകും എന്നുള്ളതല്ല. പക്ഷെ ഇവരിൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഇവര് പൊതുവെ വേനലാകുമ്പോൾ ഈ സ്ട്രെസ് കൂടുന്ന ഒരു അവസരത്തിൽ ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും നമ്മുടെ അവിടെ അത്തരത്തിലുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മളിത് മറ്റൊരു സ്ഥലങ്ങളായിട്ട് നടന്ന പഠനങ്ങളായിട്ട് നമ്മൾ ചേർത്ത് വെക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഇവര് വേനലാകുമ്പോൾ സ്ട്രെസ് കൂടുന്നൊരു സിറ്റുവേഷൻസിൽ പലപ്പോഴും ഇവർ ഈ ഇത്തരത്തിൽ മാളങ്ങളിലോ അല്ലെങ്കിൽ വലിയ ചൂടില്ലാത്ത സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇത് വീടിനകത്ത് കാണുന്നു? ഈ സമയത്ത് വളരെയധികം കടികൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇപ്പൊ നമുക്കിപ്പോ ഈ അടുത്ത് ഉണ്ടായ വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, വീടിനകത്ത് രാത്രി കുട്ടികളെ കടിച്ച സംഭവം. ഇന്ന് തിരുവനന്തപുരത്ത് ചിറയൻകീഴിലൊരു പാമ്പ് കടിച്ചിട്ടുള്ളൊരു സംഭവം. ഇത് രണ്ടിലും വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമുണ്ട്. ഈ പറയുന്ന കുട്ടികൾ വീട്ടിൽ നിലത്താണ് കിടന്നുറങ്ങിയിരുന്നത്. അപ്പൊ എഗെയിൻ നമ്മൾ തിരിച്ച് മുന്നേ പറഞ്ഞ പോയിന്റിലേക്ക്, ഈ പാമ്പുകൾ എങ്ങനെ വീടിനകത്തേക്ക് വരുന്നു? ചൂട് കൂടുന്നതുകൊണ്ട് തണല് തേടി അകത്തേക്ക് വരുന്നു എന്ന് ഒരു പരിധി വരെ പറയാം. പക്ഷെ അത് മാത്രമല്ല കാരണം. വീടിനകത്തേക്ക് പാമ്പുകൾ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇര പിടിക്കാൻ തന്നെയാണ്. അത് എലി, പല്ലി, തവള അല്ലെങ്കിൽ ഇപ്പൊ പാറ്റ പോലുള്ള ചെറിയ ജീവികൾ എല്ലാം പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പുറകെ വന്നിട്ടാണ് നമ്മുടെ വീടുകൾക്കകത്തേക്ക് കിടക്കുന്നത്. പലപ്പോഴും മിനുസമുള്ള പ്രതലങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് എളുപ്പം അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്. അപ്പൊ ഇതിനകത്തേക്ക് ഈ പറഞ്ഞവര് തണുപ്പ് തേടി വരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല കാരണം. ഇല്ല, ഇനി ഇപ്പൊ തേക്കാത്ത ടൈപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ പ്രതലം വളരെ റഫായിരിക്കും. ഇവർക്ക് ഇഴയാനും നീങ്ങാനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് കൂടുന്നു എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, ഇരയെ തേടി അകത്തേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടർ തന്നെ. ഈ ഇരകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പാമ്പിന്റെ ഇരയായിട്ട്? പാമ്പിന്റെ ഇര അത് പല പാമ്പുകൾക്കും പല തരത്തിലാണ്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായ കേസിൽ വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നതും കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഒരു പക്ഷേ അതിന് ഒരു 2-3 ദിവസം മുമ്പ് വിരിഞ്ഞതോ ഒരാഴ്ച മുമ്പോ വിരിഞ്ഞ ആ വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ ചിത്രങ്ങൾ എല്ലായിടത്തും കണ്ടിരുന്നു. അപ്പൊ അത് ഉണ്ടായ അന്ന് തന്നെ നമ്മളോട് വിളിച്ചവരോടും സംസാരിച്ചവരോടും സൂചിപ്പിച്ചിരുന്നു ഇനിയും അവിടെ ഉണ്ടാവാം. രണ്ടാമത്തെ ദിവസം ഒരു കുഞ്ഞിനെ അവർ കണ്ടു. ഇന്നലെ അടുത്ത കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇതിന് 2 ദിവസം മുന്നേ അവിടെ വനം വകുപ്പും ഈ പറയുന്ന ആളുകളും പോയി തപ്പി അവര് സെർച്ച് ചെയ്തു, സ്ഥലമൊക്കെ വൃത്തിയാക്കി. അപ്പൊ അവര് പറഞ്ഞു ഈ ചപ്പും ചവറും ഒക്കെ ഒന്ന് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ നാട്ടുകാർ കൂടിയിട്ടാണ് അവിടെ തീയിട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനു ശേഷമാണ് ഇപ്പൊ ഇന്നലെ കണ്ടു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആ പ്രസ്തുത സ്ഥലത്ത് പോയിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന ബാത്റൂമിന്റെ പൈപ്പോ അത്തരത്തിൽ എന്തെങ്കിലും കൂടെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. കാരണം ഈ ചുറ്റുപാടും മുഴുവൻ ഇവര് ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ ഇവര് വളരെ എനിക്ക് തോന്നുന്നു 3 തവണ നമ്മുടെ സർപ്പ വളണ്ടിയേഴ്സും പോയി അത് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും കണ്ടു. ഇനിയും കണ്ടുകൂടായില്ല, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് ആ സുഹൃത്തിന്റെ പേര് മറന്നുപോയി. മലപ്പുറത്തുനിന്ന് ഏതാണ്ട് ഒരു 4-5 വർഷത്തോളം എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വിളി വരും. ഇങ്ങനെ വീടിനകത്ത് വെള്ളിക്കെട്ടന്റെ കുഞ്ഞുങ്ങളെ കാണും. അത് ഓരോ വർഷവും ആള് 5-6 എണ്ണത്തിന് ഒക്കെയാണ് കാണുന്നതും ചിലപ്പോൾ അവർ തല്ലി കൊല്ലുന്നതല്ല. അപ്പൊ നമ്മള്
പല തവണ അവിടെ പോവുകയും ഈ പ്രദേശവും ചുറ്റുപാടും ഒക്കെ നോക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഇത് എവിടെന്നാ വരുന്നത് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ അന്ന് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഡ്രെയിനേജ് പൈപ്പിലൂടെ ഇതിലൂടെ ആവാം എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഈ കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി, കോബ്ര, കോമൺ ക്രൈറ്റ്, റസൽസ് വൈപ്പർ. ഇനി ഒരു പാമ്പും കൂടി ഉണ്ട്, ബിഗ് ഫോർ എന്ന് പറയുന്ന മനുഷ്യമരണത്തിന് കാരണമാക്കുന്ന പാമ്പുകൾ, സോസ്കെയിൽഡ് വൈപ്പർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണൂരിന്റെ ചില പ്രദേശങ്ങളിലും കാസർഗോഡ് ചെങ്കൽ കുന്നുകളിലും പാലക്കാട് ജില്ലയില് വാളയാർ കഞ്ചിക്കോട് പ്രദേശത്തും മാത്രമേ ആ പാമ്പുള്ളൂ. എന്താണ് എന്റെ പേര്? സോസ്കെയിൽഡ് വൈപ്പർ. മലയാളത്തിൽ അത് ആ പേര് മലയാളീകരിച്ച് ഈർച്ചവാൾ ശൽക്കണലി എന്ന് വിളിക്കും. അതല്ലാണ്ട് ആ പ്രദേശങ്ങളിൽ ചുരുട്ടമണ്ഡലി, രക്തമണ്ഡലി എന്ന് പറയും. അപ്പൊ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പേര് തന്നെ വേറെ പല പാമ്പുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് സ്പെസിഫിക്കലി പറഞ്ഞത്. അപ്പൊ ഈ സോസ്കെയിൽഡ് വൈപ്പർ ചെറിയൊരു പാമ്പാണ്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാമ്പിന്റെ സംബന്ധിച്ചുള്ള അത് മൂലമുള്ള അപകടങ്ങൾ വളരെ കുറവാണ്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ പാലക്കാടുള്ള ഒരു ഡോക്ടർ ജോബി ഉണ്ട്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിനുള്ള എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30-ലധികം ഈ പാമ്പ് കടിച്ച കേസുകൾ വാളയാർ കഞ്ചിക്കോട് ഭാഗത്തു നിന്നുള്ളത് ചികിത്സിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് പോലും ഒരു അപകടം ഇല്ലാതെ രക്ഷിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ അദ്ദേഹം പറയുന്നത് ഈ പമ്പ് വളരെ സേഫാണ് സന്ദീപ, ആന്റിവെനത്തിൽ വളരെ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ആളുകൾക്കൊന്നും കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇതേ പാമ്പ് മൂലം ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ബിഗ് ഫോറിൽ പെടുന്നത്. അപ്പൊ ഈ പറയുന്ന പാമ്പുകളെല്ലാം പ്രജനനം നടത്തി കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. ഈ സീസൺ എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടം? ഈ മാർച്ച് എൻഡ് ഏപ്രിൽ മെയ് വരെയുള്ള സമയത്ത് ഈ പറയുന്ന വെള്ളിക്കെട്ടൻ ആവട്ടെ, മൂർഖൻ ആവട്ടെ, അണലി ആവട്ടെ, ഇതിനെ ഇപ്പം വെള്ളിക്കെട്ടനും മൂർഖനും മുട്ടയിടുന്നു. ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നു, അവരെ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്. മുട്ട വിരിയാൻ എത്ര സമയം എടുക്കും? അത് ഓരോന്നിനും ഓരോ സമയമാണ്. ഇപ്പൊ നമ്മള് പലപ്പോഴും ഈ മുട്ട ചിലത്തുനിന്ന് കിട്ടും, കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലത് 30 ദിവസം, ചിലത് 60 ദിവസം, പല ടൈം പീരീഡ് ഉണ്ട്. ഇൻ ദ വൈൽഡ് അത് കൃത്യമായിട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും. ഇത് 2 മുട്ടയിടുന്നത് അണലിയാണെന്നുണ്ടെങ്കിൽ അവര് ഓവോ വിവി പാരസ് എന്ന് പറയും. അവർക്ക് മുട്ടയുണ്ട്, മുട്ട ശരീരത്തിനകത്ത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന പോലെ പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻസിഡന്റ് ആയിട്ട് കണക്ട് ചെയ്ത് 3-4 വന്നല്ലോ. ഒന്ന് ഇത്, പിന്നെ വയനാട്ടിലൊരു സ്ഥലത്ത് 27 കുഞ്ഞുങ്ങളെ കണ്ടു. അതേപോലെ ഒരു സ്ഥലത്ത് പൂച്ച പിടിച്ചു എന്ന് പറയുന്ന 8-10 തിരുവനന്തപുരത്ത്. ഈ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, അവര് അനാഥരായിട്ടാണ് ജനിക്കുന്നത്. അപ്പൊ പ്രകൃതി അവർക്ക് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല. ഈ രക്ഷപ്പെടാൻ വേണ്ടി ഒരു സർവൈവൽ ഇൻസ്റ്റിങ്സ് അല്ലെങ്കിൽ സർവൈവൽ ആ രീതിയിലുള്ള വെനം പൊട്ടൻസി, വിഷത്തിന്റെ സ്വയം പ്രതിരോധം എന്നുള്ളത്. വെനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭക്ഷണം, ഇരയെ കൊല്ലാനും അതിനെ ദഹിപ്പിക്കാനുമായിട്ടാണ് പരിണമിച്ചിട്ടുള്ളത്. അത് തന്നെ പ്രതിരോധത്തിനും ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് കുഞ്ഞു പാമ്പുകൾ എത്രയും പെട്ടെന്ന് അവർ അഡൾട്ട് ആകണം അല്ലെങ്കിൽ വളരണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വെനം പൊട്ടൻസി ഇപ്പൊ അണലികളിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ നടന്നൊരു പഠനത്തിൽ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ വെനം പൊട്ടൻസി അത്യാവശ്യം ഹൈ ആണെന്ന് തന്നെ. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഈ കേസ് നോക്കുകയാണെങ്കിലും വളരെ വ്യക്തമാണ്. കാരണം നന്നേ ചെറിയ കുഞ്ഞാണ് കടിച്ചിട്ടുള്ളത്, അത് മരണകാരണമായത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്, ഇവര് ഈ കുഞ്ഞു പാമ്പുകളെ തിന്നാനായിട്ട് ഒരുപാട് പ്രെഡേറ്റേഴ്സ് ഉണ്ട്. വലുതായാൽ ഇവർ പിടിച്ചു തിന്നുന്ന തവളകള് കുഞ്ഞാവുമ്പോ തവള പാമ്പിനെ തിന്നു തീർക്കും. നമ്മൾ പലപ്പോഴും അപൂർവമായി തവള പാമ്പിനെ തിന്നുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് അപൂർവമല്ല. ഒരു പക്ഷേ ഡെയിലി ഡേ ടു ഡേ ബേസിസിൽ ഇത് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നതാണ് അപൂർവം. കാരണം തവളയുടെ പെർസ്പെക്റ്റീവിൽ എന്താ, ഇത് വലുതായി വന്ന എന്നെ തിന്നും. അതുകൊണ്ട് ഇത് ചെറുതാവുമ്പോ അത് തവളയുടെ വായ്ക്കകത്ത് കൊള്ളുന്ന ജീവനുള്ള എന്തിനേയും തവള കഴിക്കും. അപ്പൊ ഒരു പരിണാമപരമായിട്ട് നോക്കുമ്പോൾ, ബയോളജിക്കലി നോക്കുമ്പോൾ അതൊരു കോമ്പറ്റീഷൻ ഒഴിവാക്കുകയാണ്, അതേസമയം വിശപ്പടക്കുകയും ചെയ്യാണ്. അപ്പൊ പാമ്പിൻ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്താ രക്ഷപ്പെട്ടു പോകണം എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇത്തരത്തിലും വിഷവും പൊട്ടൻസിയും എല്ലാം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതില് ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നൊരു സമയമായതുകൊണ്ട് കൂടി ഈ സമയം കുറച്ചൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് അവർക്ക് സ്പെസിഫിക് ആയിട്ട് അവർ കഴിക്കുന്ന, അതിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം തവളകള് അല്ലെങ്കിൽ ചെറിയ ഇപ്പം നമ്മൾ ഇപ്പൊ ഈ പറയുന്ന വിഷമുള്ള പാമ്പുകളെ എടുക്കുമ്പോ ഇപ്പൊ എലി, അതുപോലെ തന്നെ തവളകള്, അതല്ലെങ്കിൽ ചെറിയ പക്ഷികളെ, പെരിച്ചഴികളെ തിന്നും. പെരിച്ചഴികളെ ഈ പറഞ്ഞ കൂടുതലും തിന്നുന്നത് ഇപ്പം അണലിയോ അതല്ലെങ്കിൽ പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്ന് പറയുന്ന നമ്മുടെ പൈത്തൺ, വലിപ്പം കൂടിയ പാമ്പാണ്. ഇത് മറ്റ് ചെറിയ എലികളെയാണ് കൂടുതലും ഈ പറയുന്നവർ. പിന്നെ മറ്റു പക്ഷികളുടെ മുട്ട, പക്ഷികളെയും കഴിക്കും. ഇവർക്ക് ഇപ്പൊ മൂർഖനൊക്കെ ഒരു വലുപ്പം ഉണ്ടല്ലോ, ആ
വലുപ്പത്തിൽ ഇവർക്ക് കഴിക്കാവുന്ന, അപ്പൊ മലമ്പാമ്പിനെ പോലെ അവരുടെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ വലുപ്പമുള്ള ജീവികളല്ല അവർ കഴിക്കുന്നത്. ഓക്കെ. ഇനി ഇത് കൂടാതെ ദേ ആർ ഓൾസോ ഹൈലി കാനിബലിസ്റ്റിക്. നമ്മൾ പലപ്പോഴും പറയാം രാജവെമ്പാലയാണ് പാമ്പുകളെ തിന്നുന്നത്. എല്ലാ പാമ്പുകളും തിന്നും, പക്ഷെ രാജവെമ്പാലയുടെ പ്രൈമറി ഡയറ്റ്സ് പാമ്പുകളാണ്. ഓക്കെ. മൂർഖൻ ഒരു പക്ഷേ ഒരു ടെറിട്ടോറിയൽ ഫൈറ്റിന്റെ ഇടയിൽ ആയിരിക്കും ചിലപ്പോൾ മറ്റൊരു പാമ്പിനെ തിന്നുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ധൈര്യം നടക്കുന്ന സമയത്ത് ഇവരുടെ ടെറിട്ടറിയിൽ ഒരു പാമ്പിനെ വന്നു അതിനെ കഴിക്കും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ ഇതേപോലെ നമ്മൾ വീട്ടിൽ തൃശ്ശൂർ റെസ്ക്യൂ ചെയ്യാൻ പോയ സ്ഥലത്ത് മൂർഖൻ ഒരു ചേരയെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഒരു ധാരണയുണ്ട് വിഷമുള്ള പാമ്പ് വിഷമില്ലാത്ത പാമ്പുകളൊക്കെ പിടിച്ചതിനും അല്ല, ചേര മൂർഖനെ തിന്നുന്ന ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ദേ ആർ ഹൈലി കാനിബലിസ്റ്റിക്, അല്ലെങ്കിൽ ഈ പറയുന്നവർ തമ്മിൽ തിന്നുന്ന സ്വഭാവം ഇവരിൽ വളരെ കോമൺ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു അനിയന്ത്രണമായിട്ട് പെറ്റുപെരുകുന്ന എലി പോലുള്ള ജീവികൾ, അല്ലെങ്കിൽ തവളകൾ, പല്ലികൾ, ഓരോ വലുപ്പത്തിനനുസരിച്ച് ഇവരുടെ ഡയറ്റ് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞാവുന്ന സമയത്ത് ഈ വെള്ളിക്കെട്ടനൊക്കെ ഒരു പക്ഷേ പല്ലികളെയോ അല്ലെങ്കിൽ ചെറു പ്രാണികളെയോ തവളകളെയോ ഒക്കെ തിന്ന, അല്ലെങ്കിൽ ഈ ചെറിയ പാമ്പുകളെ കിട്ടിയാലും കഴിക്കും. വലുതാവും തോറും അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. ഇപ്പം വെള്ളിക്കെട്ടൻ്റെ ഒരു സ്വഭാവം, വെള്ളിക്കെട്ടൻ ഇതേപോലെ മറ്റു പാമ്പുകളെ കുറച്ച് കൂടുതൽ നല്ലോണം തിന്നും. നമ്മുടെ വീട്ടിനകത്തും ചുറ്റുപാടും ഒക്കെ കാണാൻ സാധ്യതയുള്ള ചുവരുപാമ്പ് എന്ന് പറയുന്ന വെള്ളിവരയൻ പാമ്പുകളെയും വെള്ളിക്കെട്ടൻ സാധാരണമായിട്ട് നല്ലോണം തിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ചുവരുപാമ്പ് എന്താ പല്ലിയെ തിന്നാനായിട്ട് ചിലപ്പോൾ നമ്മുടെ വീടിനകത്ത് കയറി വരും. അപ്പൊ ഒരു പക്ഷെ അതിന്റെ പുറകെ വരുന്നതായിരിക്കും. മലയാളം പേര് അപ്പോഴും പ്രശ്നമാണ്. വുൾഫ് സ്നേക്ക് അല്ലെങ്കിൽ വെള്ളിവരയൻ, ചെന്നായി തലയൻ എന്നൊക്കെ പറയും. ലൈക്കോഡോൺ എന്ന് പറയുന്ന ജിനസിലുള്ള പാമ്പുകളാണ്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാഴ്ചയിൽ വെള്ളിക്കെട്ടന്റെ പോലെ ഇരിക്കുന്ന, വെള്ളിക്കെട്ടനെ മിമിക് ചെയ്യുന്ന പാമ്പുകളാണ്. അതായത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ വളയങ്ങളുണ്ടോ അത് ശംഖുവരയനാണ്, വെള്ളിക്കെട്ടനാണ്, വളവളപ്പനാണ്, ഈ പേരുകളെല്ലാം ഉണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ചുവരുപാമ്പ്, വെള്ളിവരയൻ എന്ന് പറയുന്ന, വുൾഫ് സ്നേക്ക് എന്ന് പറയുന്നത്, അതിൽ ലൈക്കോഡോൺ ജനുസിലുള്ള പാമ്പുകളാണ്. ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പൊ അതിലുള്ള കേസ് എന്ന് പറയുന്നത് വെച്ചാൽ അവര് ഈ വെള്ളിക്കെട്ടനെ മിമിക് ചെയ്യുന്ന പാമ്പുകളാണ്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പാമ്പുകളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഓക്കെ, വെള്ളിക്കെട്ടനാണ്, ശരീരത്തിൽ വളയങ്ങളുണ്ട്, പ്രശ്നങ്ങളുള്ള ആളാണെന്നുള്ളതുകൊണ്ട് മറ്റ് ജീവികൾ ഇവരെ ഒഴിവാക്കും. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് സംഭവിച്ചത് മനുഷ്യർ വന്നതോടുകൂടി നമ്മൾ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്നതിൽ 90% ഈ പാമ്പാണ്. അതായത് നമ്മുടെ റെസ്ക്യൂ ഡാറ്റ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു, ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ക്ലാസ് എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഗ്യാതറിംഗിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വെള്ളിക്കെട്ടനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% ആളുകൾ ഇതിനെ കണ്ടിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ തല്ലി കൊന്നിട്ടുണ്ടെന്ന് പറയുന്നു, ഞാൻ ഇന്നാൾ അടിച്ചു കൊന്നു. പക്ഷെ അവർ കണ്ടതിൽ ഒരു പക്ഷേ മോർ ദാൻ 90% ഈ പാമ്പായിരിക്കും, വിഷമില്ലാത്ത ഇവരായിരിക്കും. അത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്ക് നോക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കറുത്ത നിറത്തിൽ, അല്ലെങ്കിൽ കടും നീല അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ വെള്ളവളയങ്ങൾ, അത് അടുത്തടുത്തുള്ള വെള്ളവളയങ്ങളുള്ള പാമ്പാണ് ഒന്ന്. അവരുടെ നടുവില് നമ്മുടെ ഹെക്സഗണൽ സ്കെയിൽസ് ആണ്, 6 വശമുള്ള ശൽക്കങ്ങൾ, നടുവിൽ ഒരു റോ ഇങ്ങനെ തല കഴുത്ത് മുതൽ വാല് വരെ പോകുന്നത് കാണാം. മറ്റൊന്ന് വെള്ളിക്കെട്ടൻ വിഷമുള്ളത്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളിക്കെട്ടൻ പലപ്പോഴും നമ്മുടെ ഈ മറ്റ് തള്ളവിരലല്ലാതെ മറ്റു വിരലുകൾ പോലെ അവരുടെ ഒരു കഴുത്ത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ചുവരുപാമ്പാണെങ്കിൽ കൃത്യമായിട്ട് ഒരു കഴുത്തും ഉണ്ടാവും, അത് കഴിഞ്ഞ് ഒരു സ്ലൈറ്റ്ലി ട്രയാംഗിളിഷ് ഹെഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാവും, ഒരു ബോട്ടിൽ നെക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു ട്രയാംഗിളിഷ് ഹെഡാണ് മറ്റവർക്കുള്ളത്. പിന്നെ നമ്മൾ ഈ ബാൻഡിന്റെ കാര്യമൊക്കെ പറയും, പക്ഷെ അതെന്താ വെച്ചാൽ ബാൻഡ് ഇല്ലാത്ത ചില ഇൻഡോൾസ് ഒക്കെ കാണും. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഇവരെ തിരിച്ചറിയാനായിട്ട് ഇതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മളൊരു സാധാരണക്കാരെ തിരിച്ചറിയാൻ നിൽക്കേണ്ട കാര്യമില്ല, ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത്. ടെറിട്ടറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് മറ്റ് ഇപ്പൊ കടുവയുടെ ടെറിട്ടറി ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നത്. ഇതിന്റെ ടെറിട്ടറിയൽ സ്പേസ് എങ്ങനെയാ വരുന്നത്? ഇത് ഡിപ്പെൻസ്. ഞാൻ ഇതിപ്പോ കൃത്യമായിട്ടുള്ള കണക്കല്ലെങ്കിലും ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പം എൻ്റെ വീട് തൃശ്ശൂർ ടൗണിലാണ്, ചെമ്പുക്കാവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പം അവിടെ എൻ്റെ വീടിരിക്കുന്ന ലൈൻ അതിനകത്ത് എന്ന് പറയും, അതിൻ്റെ അപ്പുറത്തൊരു ലൈൻ ഉണ്ട് ശ്രീപാദം അവന്യൂ എന്ന് പറഞ്ഞു. ഈ രണ്ട് ലൈനും നമ്മൾ വീടുകൾ ഇങ്ങനെ അടുത്തടുത്താണല്ലോ. വർഷത്തിലൊരിക്കൽ എൻ്റെ ഒരു 5 വീട് ചുറ്റളവിൽ നിന്ന് ഞാനോ എൻ്റെ സുഹൃത്തോ ഈ റെസ്ക്യൂ ചെയ്യുന്നവർ എല്ലാ വർഷവും ഒരു മൂർഖനെ റെസ്ക്യൂ ചെയ്യുന്നു. ഈ സീസണിൽ ചില സമയത്ത് മൂർഖൻ കുഞ്ഞുങ്ങളെ നമ്മൾ കാണലുണ്ട്. അപ്പൊ അത് ഈ ഒരു പ്രദേശത്ത് അപ്പൊ ഒന്നിനെ റെസ്ക്യൂ ചെയ്യുന്നു, അതിനെ കൊണ്ട് കാട്ടിൽ വിടുന്നു. ഒരു കാരണവശാലും ആ പാമ്പ് കാട്ടിൽ നിന്ന് ഇവിടെ വരെ വരില്ല, കാരണം ഒരുപാട് ദൂരെയാണ് അതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഇത് പോയി കഴിയുമ്പോൾ ആ ടെറിട്ടറിയിൽ വേറൊരാൾ ഓക്യുപ്പൈ ചെയ്യാണ്.
ഓക്കെ. അപ്പൊ ഈ ഒരു മേഖലയിൽ വർഷത്തിലൊരിക്കൽ ഞാൻ 1-2 തവണ എന്റെ വീടിന്റെ ചുറ്റുപാട് ആ പ്രദേശത്ത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ രാജവെമ്പാലയിൽ 1-2 പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ബേസിക്കലി ടെലിമെട്രി, മറ്റേ കടുവയ്ക്കും മാനയ്ക്കൊക്കെ കഴുത്തിൽ കോളർ ഇട്ട് വിടുന്ന പോലെ ഇത് പക്ഷേ ഒരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഒരു ടെലിമെട്രി സാധനം ഡിവൈസ് വെക്കുകയും ട്രാക്ക് ചെയ്യുകയും. അത് രാജവെമ്പാലയുടെ അത് വലിയ റേഞ്ചാണ്. പാകുമ്പയിൽ നടന്നിട്ടുള്ള പഠനങ്ങൾ 10 കിലോമീറ്റർ കൂടുതലും ഇവര് 10-40 കിലോമീറ്റർ സഞ്ചരിച്ചതായിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മറ്റൊരു പഠനം വന്നിട്ടുള്ളത് റസൽ സ്വൈപ്പറിലാണ്. അത് കർണാടകത്തിൽ നിന്നാണ്. വിശദ വിവരങ്ങൾ അതിന്റെ പുറത്തേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ അതും അത് നടത്തിയതിൽ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഈ പറഞ്ഞ ഒരു 3 കിലോമീറ്റർ റേഞ്ചിൽ, അതായത് മൂവ്മെന്റ് വളരെ കുറവാണത്. 1 കിലോമീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ റേഞ്ചിൽ നിന്ന് തന്നെ ഇവര് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതായത് ആ ഒരു ഏരിയയിൽ തന്നെ പല സമയത്ത് പല പോയിന്റ്സ് ആയിട്ടാണ്. ഇപ്പൊ ഒരു 2-3 ദിവസം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ ജീവികൾ മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇവരും ഫൊറേജിങ്ങിന്റെ ഭാഗമായും ഈ പറഞ്ഞ ഇവരുടെ പ്രജനനത്തിന്റെ സമയമായിട്ട് ആ സമയത്താണ് ഇവർ കൂടുതൽ നീങ്ങുന്നത്. അതല്ലാതെ ഈ ഫൊറേജിങ്ങിന്റെ ഭാഗമായും ഇവർ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ഇങ്ങനെ മാറി മാറി ഓരോ സ്ഥലത്ത് പോയി ഓരോന്നിനെ കഴിച്ച്. കൂട്ടമായിട്ടാണോ ഉണ്ടാവുക? ജീവിക്കണേ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളതാണോ? അല്ല, സോളിറ്ററി ലിവിങ് ആണ് പാമ്പുകൾ. എപ്പോഴും ഇങ്ങനെ കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്നതല്ല. എന്നാൽ ഈ പറയുന്ന പ്രജനന സമയത്തൊക്കെ ചിലപ്പോൾ ഈ മീറ്റിംഗ് ബോൾസ് അല്ലെങ്കിൽ ഒരുമിച്ച് മൾട്ടിപ്പിൾ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് മീറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള റെക്കോർഡ്സ് പലയിടത്തും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടില് സാധാരണ എല്ലാവരും പറയുന്ന പടകുട്ടി, തേവി, ദേശാംകുട്ടി എന്നൊക്കെ പറയുന്ന ഒരു പാമ്പുണ്ട്. ബസ് സ്ട്രൈപ്പ് കീൽബാക്ക് അല്ലെങ്കിൽ സ്ട്രൈപ്പ് കീൽബാക്ക് എന്ന് പറയുന്ന പാമ്പ്. ഈ പാമ്പിനെ ചില സമയത്തൊക്കെ ഈ പറഞ്ഞ ഒരു 2-3 ഒക്കെ ചുറ്റുപാടും ഇങ്ങനെ അടുത്തായിട്ട് കാണലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സോഷ്യൽ ബിഹേവിയർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്നതൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ചേരയോ ഇതേപോലെ കോണതായിട്ട് നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ഒറ്റക്കൊറ്റയ്ക്ക് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പക്ഷേ ഈ മീറ്റിംഗ് സമയമാകുമ്പോഴാണ് നമ്മൾ ഇവരുടെ കോമ്പാറ്റ് ഡാൻസ് എന്ന് പറയാം. അത് ബേസിക്കലി ഒരു ടെറിട്ടോറിയൽ ഫൈറ്റ് ആണ്, മീറ്റിംഗ് അല്ല. അത് പക്ഷെ നമ്മളെല്ലാരും പെർസീവ് ചെയ്യുന്നതും നമ്മൾ എല്ലാവരോടും പറയുന്നതും അല്ലെങ്കിൽ ആളുകൾക്ക് അത് മീറ്റിംഗ് അല്ല. മീറ്റിംഗ് പലപ്പോഴും സംഭവിക്കുന്ന വളരെ സട്ടിലായി ഈ പറയുന്ന മാളത്തിന്റെ ഉള്ളിലോ അതല്ലെങ്കിൽ വലിയ അനക്കമില്ലാത്ത സ്ഥലത്തോ ഒക്കെയാണ്. മാത്രമല്ല നമുക്ക് കൃത്യമായിട്ട് മീറ്റിംഗ് ആണെങ്കിൽ ഈ ആൺപാമ്പിന്റെ ഹെമിപെന്നിസ് എന്നാണ് പറയുക, ജനനേന്ദ്രിയം പെൺപാമ്പിന്റെ ശരീരത്തിലേക്ക് ആയിട്ട് യോജിക്കുന്നത് നമുക്ക് കയറുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ഡാൻസ് എന്ന് പറയുന്നത് ബേസിക്കലി മെയിൽ ഒരു കോമ്പാറ്റ് ആണ്. അത് ടെറിട്ടറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഫീമെയിലിന് വേണ്ടി അവര് തമ്മിലുള്ള അത് അഗ്രസീവ് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചേരകളിൽ അത്ര അഗ്രസീവ് അല്ല നമ്മൾ എന്നാലും ഇപ്പൊ മൂർക്കനിലോ അല്ലെങ്കിൽ അണലിയിലോ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലും അവർ ഇതേപോലെ സ്വയം ഇങ്ങനെ ലൈക് ഡാൻസ് ചെയ്യുന്ന പോലെ ഒരാളുടെ മീതെ ലിറ്ററലി റെസ്ലിംഗ് പോലെ പിൻ ഡൗൺ ചെയ്യുന്ന പോലെയാണ്. എന്നാൽ അതിൽ ഇപ്പൊ മൂർക്കനിലൊക്കെ ചില സമയത്ത് നമ്മൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് ചോരയൊക്കെ വരുന്ന, എന്നാൽ ഇപ്പൊ നമ്മൾ വിശ്വസിക്കും വിഷം വെനമസ് ബൈറ്റ് ആണോ ചത്തു വീഴുന്നത്, അതൊന്നുമില്ല. കടിച്ച് ചോരയൊക്കെ വരുന്ന ചില സമയങ്ങളിൽ തമ്മിൽ തിന്നുന്ന സിറ്റുവേഷൻസും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ജനറലി സ്പീക്കിംഗ് ഒരു അങ്ങനെ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ഫൈറ്റ് അല്ല യൂഷ്വലി കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഇതിനെ മീറ്റിംഗ് എന്നുള്ള രീതിയിലും കൂടി ആളുകൾ പെർസീവ് ചെയ്തിട്ടുള്ളത്. ഈ മെയിൽ ഫീമെയിൽ കക്ഷികള് ഈ മീറ്റിംഗ് സമയത്ത് മാത്രമാണോ ഒരുമിച്ചുണ്ടാവുന്നത്, അതോ ഇത് എങ്ങനെയാണ് ഇതിനെ അട്രാക്ട് ചെയ്യുന്നത്? അത് പലപ്പോഴും ഫിറോമോണൽ അട്രാക്ഷനും ഈ പറയുന്ന ഫീമെയിൽ അത് എല്ലാ പാമ്പുകൾക്കും ഈ സീസൺ അല്ല. അത് ഓരോ പാമ്പുകൾക്കും ഓരോ തരത്തിലാണ്. അപ്പൊ ഇത് നമ്മുടെ വിഷപ്പാമ്പുകളുടെ ഒരു ജനറൽ ടൈമാണ് ഇത് എന്ന് പറയുന്നത്. ഇനിയൊരു കുറച്ചും കൂടി ജൂൺ മഴയാവുമ്പോ പ്രജനനം നടത്തുന്ന ചില ഇനങ്ങൾ വെനമസ് നോൺ വെനമസ് ആയിട്ടുള്ള ഇനങ്ങളല്ല. ഈ മുട്ടകളുണ്ടല്ലോ അങ്ങനെ അതിന്റെ എണ്ണത്തിലൊക്കെ സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ? അത് നാളൊരു മലമ്പാമ്പിന്റെ റെസ്ക്യൂല് കുറെ മുട്ടകൾ ഒന്നിച്ച് വലിയ മുട്ടകൾ കണ്ടിരുന്നു. അത് ഇപ്പൊ ഓരോന്നിനും ഇത്രയും മുട്ട ഒരു റേഞ്ച് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമ്മള് മൂർഖന്റെ കേസില് ഈ പറയുന്ന 20, 30, 40 എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ തന്നെ റെസ്ക്യൂവർമാർ പലയിടത്തും 80 എണ്ണം വരെ. ഇപ്പൊ ഇവിടുത്തെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡോക്ടർ ജാഫർ പാലോണിന്റെ ടീം ഒരിക്കലും എനിക്ക് തോന്നുന്നു 70 എണ്ണം 80 എണ്ണത്തിന്റെ കണ്ട റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ സീസണിൽ ചില രസകരമായിട്ടുള്ള ഒബ്സർവേഷൻസ് ഉണ്ടായി. നമ്മൾ സുഹൃത്ത് രാവിലെ സംസാരിച്ച ജോജു, തൃശ്ശൂർ ജില്ലയുടെ സർവേ ഫെസിലിറ്റേറ്ററാണ്. ജോജുവിന് കിട്ടിയ 1-2 റെസ്ക്യൂവില് മൂർഖനും 3 മലമ്പാമ്പും എന്തൊക്കെയാണ് കിട്ടിയത്. അതിന്റെ കൂടെ മുട്ടയായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് മുട്ടയെല്ലാം ഏതാണ്ട് ഒരുമിച്ചായിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൂട്ടി വരുമ്പോൾ ഏതാണ്ട് 10-60 കൂടുതലാണ്. അപ്പൊ ഇനി ഈ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണൽ ഓവി പൊസിഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു.
അത് പക്ഷെ വേറൊരു കാര്യമാണ് ജോജു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ ജോജു ഇത് കണ്ട സ്ഥലം എന്ന് പറയുന്നത് തീർത്തും അൺഅറ്റൻഡഡ് ആയിട്ട് വളരെ വൃത്തികേടായി ഇവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, എന്നാൽ അതിന്റെ ചുറ്റോട് ഇഷ്ടം പോലെ എലിയും എല്ലാം ഉള്ള, അപ്പൊ സമാനമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇപ്പൊ നമ്മള് അപ്പൊ ഈ മുട്ടയുടെ എണ്ണം ഒരുപാട് എണ്ണം കൂടി വരുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സന്റെ കൂടി ആവാം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ നാട്ടിൽ കാണുന്ന പാമ്പുകളും കാട്ടിൽ കാണുന്ന പാമ്പുകളും അങ്ങനെയുണ്ടോ? ഇതെല്ലാം ഒരു വന്യജീവി എന്നുള്ള അങ്ങനെയാണോ, ആ വിഭാഗത്തിലാണോ വരുന്നത്? ലോകത്തിൽ ഏതാണ്ട് 4000-നടുത്ത് പാമ്പുകളുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 300, 330, 340 പാമ്പുകൾ. അത് തന്നെ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് കൃത്യം 130, 131 എന്ന് പറയാം. 130 എന്ന് തന്നെ എടുക്കാം. അപ്പൊ ഈ 130 ഇനങ്ങളിൽ 30 ഇനങ്ങൾ വിഷമുള്ളതും 100 എണ്ണം വിഷമില്ലാത്തതും എന്ന് പറയാം. അതിൽ മനുഷ്യ മരണത്തിന് കാരണമാക്കുന്നത് പ്രധാനമായിട്ടും 4 ഇനങ്ങളാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതില് അൺഫോർച്ചുനേറ്റ്ലി ഈ മനുഷ്യമരണത്തിന് കാരണമാകുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമുള്ള 4 ഇനങ്ങളും പ്രധാനമായിട്ടും കാണുന്നത് മനുഷ്യവാസ പ്രദേശങ്ങളിലാണ്. ബിഗ് 4 എന്ന് പറയുന്ന സ്പെക്ടക്കിൾ കോബ്ര, നായ എന്ന് ശാസ്ത്രീയ നാമമുള്ള, നമ്മൾ മൂർക്കൻ, പുല്ലാനി മൂർക്കൻ, എട്ടടി മൂർക്കൻ, കരിമൂർക്കൻ, വെള്ളവെമ്പാല, സർപ്പം എന്നൊക്കെ പല പേരിൽ വിളിക്കുന്ന ഒരേ ഒരു ഇനം സ്പെക്ടക്കിൾ കോബ്ര. പത്തിയിൽ റ് എന്നടയാളമുള്ള, ഇന്നത്തെ മക്കളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹെഡ്സെറ്റ് ഉള്ള പാമ്പ് സ്പെക്ടക്കിൾ കോബ്ര. രണ്ടാമത്തെ ന്യൂറോടോക്സിക് ആണ് വെനം, നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ആണ് ബാധിക്കുന്നത്. അതേപോലെ ന്യൂറോടോക്സിക് ആയിട്ടുള്ളതാണ് കോമൺ ക്രൈറ്റ്, ബംഗാറസ് സെറൂലിയസ് എന്ന ശാസ്ത്രീയ നാമമുള്ള, വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളവളപ്പൻ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന പാമ്പാണ്. രാത്രീഞ്ചരനാണ്. ഈ 4 പേരിൽ ഇച്ചിരി ഡെഡ്ലി ആയിട്ടുള്ളതാണ്. പക്ഷെ താരതമ്യേന കേരളത്തിൽ ഇവ അപൂർവമാണ്. ഇനി 2 ഇനങ്ങളുള്ളത് ഹീമോടോക്സിക് ആണ്, നമ്മുടെ രക്തത്തെ ബാധിക്കുന്ന, സർക്കുലേറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന വൈപ്പർ വിഭാഗത്തിലുള്ള റസൽസ് വൈപ്പർ 1, ഡബോയ റസലി എന്ന് ശാസ്ത്രീയ നാമമുള്ള, ചേനത്തണ്ടൻ, വട്ടക്കൂറ, അണലി, തേക്കിലപ്പുള്ളി എന്നൊക്കെ പേര് പറയുന്ന ഒന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ 360 ഡിഗ്രി എന്നുള്ളൊരു പേരുണ്ട്. അത് തമാശയാണ്, കുറച്ച് അതിശോക്തിയാണ്. കാരണം 360 ഡിഗ്രിയിൽ കടിക്കണമെങ്കിൽ ഫാൻ കറക്കണ പോലെ കറക്കണം, അങ്ങനെയൊന്നും കടിക്കത്തില്ല. എന്നാൽ ഇവരുടെ റിഫ്ലക്സ് കുറച്ച് കൂടുതലാണ്. അവർ ബേസിക്കലി ആംബുഷ് പ്രെഡേറ്റേഴ്സ് ആണ്. ഒരു സ്ഥലത്ത് ഇരിക്കുകയും ഈ ഇര വരുന്ന സ്ഥലത്തിരിക്കുകയും ഇര അടുത്തേക്ക് വരുമ്പോൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. പലപ്പോഴും ഈ എലി മൂത്രമുള്ള പ്രദേശം അല്ലെങ്കിൽ എലി നടന്നു പോയ പ്രദേശങ്ങളിൽ, അവരുടെ മോശം പോയ പ്രദേശങ്ങളിലൊക്കെ ഇവർ മണം പിടിച്ച് അവിടെ വന്നിരിക്കുകയും അടുത്ത ആ വഴി വരുമ്പോൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതേ വൈപ്പർ കുടുംബത്തിലുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോസ്കെയിൽഡ് വൈപ്പർ, എക്കേസ് കാരനേറ്റസ് എന്ന ശാസ്ത്രീയ നാമമുള്ള, ചുരുട്ടമണ്ഡലി, രക്താണലി അല്ലെങ്കിൽ ഈർച്ചവാൾ ശൽക്കണലി എന്നൊക്കെ പേരുള്ള, കാസർഗോഡും പാലക്കാട് ചില പ്രദേശങ്ങളിലും മാത്രമുള്ള, അങ്ങനെ 4 എണ്ണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 145 ദശലക്ഷം വർഷം മുന്നേ പരിണമിച്ച് ഭൂമിയിൽ വന്ന ജീവികളാണ്. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും 1 വയസ്സോ 2 വയസ്സോ ഉള്ളൂ മനുഷ്യർ. അപ്പൊ ശരിക്കും അതിഥികൾ എന്ന് പറയുന്നത് നമ്മളാണ്, അവരല്ല. അപ്പൊ ഇത് നമ്മുടെ ഇടയിൽ ജീവിക്കാനായിട്ട് അവർ അഡാപ്റ്റ് ചെയ്തു. ഒരു 30 വയസ്സുള്ള ആൾ, ഒരു 50 വയസ്സുള്ള ആളെടുത്ത് അയാളുടെ ഈ പ്രായത്തിനിടയിൽ എത്ര തവണ അയാൾ പമ്പരം കണ്ടിട്ടുണ്ടാവും? 10 തവണ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 20 തവണ കണ്ടിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ആവറേജ് നോക്കുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ പോലും ആകുന്നില്ല. അതിനർത്ഥം അവരിവിടെ ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുപാടും എല്ലാം അവരുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ്, വൃത്തിയായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് നടത്താത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എലി പോലുള്ള ഇവരുടെ ഇരകൾക്കുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ സ്ട്രേ ഡോഗ് ഇഷ്യൂ ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ സർപ്ലസ് ആയിട്ടുള്ള ഈ ഫുഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അതിന് ആനുപാതികമായിട്ട് ഇവരും ഉണ്ട്. ഇവർ അതനുസരിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കാനായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ്. ഇന്ന് ഈ പറയുന്ന സാധനങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിലും ഇവർക്ക് വലിയൊരു റോളുണ്ട്. ഇപ്പം ഇവർ മൂലമുണ്ടാവുന്ന പല സാംക്രമിക രോഗങ്ങളും ഇല്ലാതിരിക്കുന്നതിന് ഒരു കാരണം ഇവരെ കൃത്യമായിട്ട് ഈ പറയുന്ന ജീവികൾ ബാലൻസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ 4 എണ്ണം ഉണ്ടല്ലോ, അത് നാട്ടിലാണോ അത് കാട്ടിലുണ്ടോ? അത് കാട്ടിലുണ്ട്, പക്ഷെ അവര് കൂടുതലുള്ളത് നാട്ടിലാണ്. ഇവരിൽ വിഷം പരിണമിച്ചത് തന്നെ ഈ ഇരയെ പെട്ടെന്ന് കീഴ്പ്പെടുത്തുക, ദഹിപ്പിക്കുക എന്നുള്ളതാണ്. വിഷമില്ലാത്ത പാമ്പുകൾ ഇവരെ ഞെക്കിയും പിടിച്ചും കടിച്ചും വരിഞ്ഞു മുറുക്കിയൊക്കെ കൊല്ലും ചെയ്യും. അവർക്ക് ദഹിപ്പിക്കാനായിട്ടുള്ള ദഹനരസങ്ങളും ഉണ്ട്. പക്ഷെ ഇതിന്റെ നമ്മൾ പരിണാമപരമായിട്ട് നോക്കുമ്പോൾ ഈ എലികൾ അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണത്തിന്റെ എണ്ണം വളരെയധികം ഉണ്ട് എന്നുള്ളതും അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു രീതിയിലുമാണ് ഈ ഒരു വിഭാഗം പരിണമിച്ചു വന്നിട്ടുള്ളത്, നമ്മള് വിഷമുള്ള. അപ്പൊ അത് നോക്കുമ്പോൾ എങ്ങനെയാ, ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യാവാസ പ്രദേശങ്ങളിൽ തന്നെയാണ് അത് ഏറ്റവും
കൂടുതലുള്ളത്. നമ്മൾ 100 ഇനങ്ങൾ എന്ന് പറയുന്നു. അത് പലതരത്തിലുള്ള സൂക്ഷ്മ ആവാസ വ്യവസ്ഥ അനുസരിച്ച് പരിണമിച്ചവരാണ്. മണ്ണിനടിയിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ വനത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മൾ വനത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ അർബോറിയലായിട്ട് മരത്തിൽ ജീവിക്കുന്ന ഒരുപാട് ഇനം പാമ്പുകളുണ്ട്. എന്നാൽ നേരെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അതിനകത്ത് ജീവിക്കുന്ന അർബോറിയലായിട്ടുള്ള പാമ്പുകൾ വളരെ കുറവാണ്. ഒന്ന്, അതിനുള്ള ഹാബിറ്റാറ്റ് വളരെ കുറവാണ്, ഹാബിറ്റാറ്റ് ഡൈവേഴ്സിറ്റിയും വളരെ കുറവാണ് സ്വാഭാവികമായിട്ടും. രണ്ട്, ഈ പറയുന്ന പോലെ ഇവിടെ നമ്മുടെ വനത്തിന് പുറത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വെനമസ് ആയിട്ടുള്ള ഈ പ്രോബ്ലം നമുക്ക് പ്രശ്നമുള്ള ഇനങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഇവരുടെ ഇല്ലാതെ. അത് ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചു. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്ന ആ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്ന ഡിവിഷൻ ഉണ്ടല്ലോ, ഇതിൽ മൂന്നിലും ഡിഫറെന്റ് ആയിട്ടാണോ ഇതിനെ കാണപ്പെടുന്നത്? അതായത് നമുക്ക് ഇപ്പൊ ഈ പ്രശ്നമുള്ള ഈ 4 പേരുടെ ബൈറ്റ് റെക്കോർഡ്സ് കൂടുതലും വരുന്നത് നമുക്ക് സമതലങ്ങളിൽ നിന്ന് തന്നെയാണ്, പ്ലെയിൻസിലാണ് എന്ന് കരുതി മറ്റിടത്ത് ഇല്ല എന്നുള്ളതല്ല. അപ്പൊ ഇടുക്കി ചില പ്രദേശങ്ങളിലൊക്കെ നമുക്ക് മൂർഖനും അണലിയും വെള്ളിക്കെട്ടനും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ കൂടുതലും ഈ പറയുന്ന വനപ്രദേശവും അത്തരത്തിലുള്ള സ്ഥലങ്ങൾ പശ്ചിമഘട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് പോകുമ്പോൾ അതിനകത്ത് പാമ്പുകളുടെ ഭയങ്കരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉണ്ട്. അതിൽ കൂടുതലും ഈ പറയുന്ന മനുഷ്യന് അപകടകരമല്ലാത്ത, വലിയ പ്രശ്നമില്ലാത്ത, വിഷമുണ്ടെങ്കിലും മനുഷ്യനെ കടിക്കാത്ത തരത്തിലുള്ള പാമ്പുകൾ. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് രാജവെമ്പാല. പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വിഷപ്പാമ്പാണ്. പക്ഷെ വിഷത്തിന്റെ വീര്യം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 4 പേരുടെ അടുത്ത് എത്തൂല. പക്ഷെ ഇവർ കടിക്കുമ്പോൾ ഇവർ ഇഞ്ചക്ട് ചെയ്യുന്ന വിഷത്തിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അത് ആവട്ടെ. എന്നിട്ട് നമ്മൾ നോക്കൂ, കഴിഞ്ഞൊരു 100 വർഷം എടുത്തു കഴിഞ്ഞാൽ രാജവെമ്പാല നമ്മുടെ ഇവിടെ ആളെ കടിച്ച റെക്കോർഡ്സ് വളരെ കുറവാണ്. കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡിക്കലി പറയാൻ 3 എണ്ണമാണ്. കർണാടകത്തിൽ പാമ്പിനെ പിടിച്ച് കഴുത്തിലിട്ട് സെൽഫി എടുക്കുന്നതിൻ്റെ ഇടയിൽ മരിച്ച, പാമ്പ് പിടിക്കുന്ന ഒരാളായിട്ടുള്ള പ്രഫുല്ല ഭട്ട് എന്ന് പറയുന്ന ഒരാൾ. ആസാമിൽ ഇതേപോലെ ചാന്ത് ഭാഷ എന്നെന്തോ പേരും വിട്ടുപോയി. 2021 ഇതേപോലെ ഒരു സംഭവം. 3 തിരുവനന്തപുരം സൂലുണ്ടായ സംഭവം. അത് കൂട്ടിൽ വെച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കണക്കുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 300-400 തവണ രാജവെമ്പാലകളെ നമ്മൾ പലയിടത്തു നിന്നായിട്ട് വർഷത്തിൽ തന്നെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അത് മനുഷ്യവാസ പ്രദേശങ്ങളിൽ, വീടുകളുടെ അടുക്കളയോ പോർച്ചോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതുവരെ ഒരാളെയും കടിച്ചതായിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിച്ചായിട്ടുള്ള റെക്കോർഡുകളില്ല. പലരും ഇത് വലിപ്പം കൊണ്ട് തന്നെ അതിനെ കാണും, വിളിക്കും, റെസ്ക്യൂർ വരും, റെസ്ക്യൂ ചെയ്യും. കാട്ടുപ്രദേശത്ത് കാണുന്ന പാമ്പുകളുടെ അത് അവിടുത്തെ ആളുകളെ കുറച്ചും കൂടി കാടുമായിട്ട് താതാത്മ്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ശീലവും കൂടെ ഉണ്ടല്ലോ. ഒരു സഹവാസത്തിന്റെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടിയായിരിക്കും തല്ലിക്കൊല്ലാതിരിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ നമുക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. അത് യെസ്, ദാറ്റ് ഇസ് ദെയർ. അതായത് അവിടെ ഈ പറയുന്ന പാമ്പുകൾ ഇത്തരം പ്രശ്നമില്ല എന്നുള്ളത് വലിയ ആളുകൾക്ക് വലിയൊരു ധാരണ ഉണ്ടെന്നുള്ള ഒരു വസ്തുതയാണ്. ഈ കണ്ടാ തിരിച്ചറിയുകയും അതതിന്റെ പാട്ടിന് പൊക്കോട്ടെ എന്ന് വിചാരിക്കും, അങ്ങനെയൊക്കെ ആണോ? അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കേരളത്തിലുടനീളം ഏതാണ്ട് ഒരേപോലെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാല്, ഒന്ന് സർപ്പക്കാവ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, 2 ലൈക്ക് ഉപദ്രവിക്കില്ലെങ്കിൽ അത് അതിന്റെ പാട്ട് പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു സംഗതി പൊതുവെ ഉണ്ട്. നിയമം ഉണ്ട് എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് പലയിടങ്ങളിലും ഇപ്പൊ വീടിനകത്ത് കയറി എന്ന് പറയുമ്പോൾ ആൾക്കാർ തല്ലിക്കൊല്ലുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആളുകൾക്ക് പേടികൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അത് തന്നെ ഇപ്പം എന്താ പറയാ, വനംവകുപ്പ് കേസെടുക്കാനോ ആൾക്കാരുടെ പുറകെ പോകാനോ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പക്ഷെ കഴിഞ്ഞ ദിവസം, ഇത് ഉണ്ടായ ദിവസം വളരെ വ്യാപകമായിട്ട് 1-2 ഫേക്ക് സാധനങ്ങളായിരുന്നു വനംവകുപ്പ് അവിടെ ഉണ്ടായിരുന്ന 26 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞ് ആ തരത്തിലൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മനഃപൂർവ്വം അന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വെല്ലുവിളിച്ചൊക്കെ ചെയ്യുന്ന കേസുകളല്ലാതെ ഈ പാമ്പിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ് ഒരു കേസോ അത്തരത്തിലുള്ള പ്രശ്നമോ എവിടെയോ ഉള്ളതായിട്ട് നമുക്കറിയാൻ സാധിക്കില്ല. അപ്പൊ ഇതില് ചില ആളുകളുണ്ട് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ കൊല്ലണം എന്നാഗ്രഹമുള്ളവർ. എന്നാൽ ചില ആളുകളുണ്ട് അതിൻ്റെ അടുത്തേക്ക് പോവാതെ ഈ പറയുന്ന റെസ്ക്യൂ വിളിക്കുന്നത്. ഇനി വിശ്വാസത്തിന്റെ പുറത്ത്, സർപ്പക്കാവ് എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റിന്റെ പുറത്ത് ലൈക്ക് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒഴിവാക്കുന്ന ഇതും, അത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കേരളത്തിലുടനീളം ഇത് വനപ്രദേശം എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ ഉണ്ട് എന്നുള്ളൊരു കൾച്ചറും കൂടെയാണല്ലോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് മനുഷ്യനെ തിരിച്ച് ഈ പറയുന്ന അതിന്റെ പ്രതിരോധമായിരിക്കുമല്ലോ ഒരു പക്ഷെ, എപ്പോഴാണ് ഇത് കൊത്തുന്നൊക്കെ ചെയ്യുന്നത്? ഇത് നമ്മള് പ്രധാനമായിട്ടും പറയുന്നത് വേദന എടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എന്നുള്ളതാണ്. പക്ഷെ
ഇപ്പോൾ നമ്മൾ കാണുന്ന പല വീഡിയോസും ഒക്കെ പറയുമ്പോൾ ഈ ഉപദ്രവിക്കാതെ തന്നെ ചില അവസരങ്ങളിൽ കടിക്കുന്നതായിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പലപ്പോഴും നമ്മൾ വളരെ ക്വിക്കായിട്ടുള്ള നമ്മുടെ മൂവ്മെന്റ്സ് ആണ് അവരെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ പല CCTV വിഷ്വൽസും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും ചോദിക്കും, നിങ്ങൾ ഈ പറയുന്ന പോലെ വേദനിച്ചിട്ടൊന്നുമല്ലോ അത് കടിക്കുന്നുണ്ട്. പക്ഷെ അത് സംഭവിക്കുന്നത് പലപ്പോഴും പെട്ടെന്ന് ചാടുകയോ നമ്മൾ കാല് മാറ്റുകയോ നമ്മൾ തിരികുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആണ് ആ ട്രിഗർ ഉണ്ടാവുന്നത്. അപ്പൊ ഈ കടിക്കുമ്പോൾ എപ്പോഴും വിഷം ഇഞ്ചക്ട് ചെയ്തോളണമെന്നില്ല. അത് വേറെ കാര്യം നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ്, ഡ്രൈ ബൈറ്റ് വെറ്റ് ബൈറ്റ് എന്ന് പറയും. അപ്പൊ ഈ ഫാസ്റ്റ് മൂവ്മെന്റ്സ് ആണ് പലപ്പോഴും ഇവരെ ട്രിഗർ ചെയ്യുന്നത്, ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ വേദന എടുക്കുന്ന സമയത്താണ് ഇവർ അഗ്രസീവായിട്ട് ചവിട്ടിയൊക്കെ പോകുമ്പോൾ. പിന്നെ കിടന്നുറങ്ങുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മൾ കാലിൻ്റെ അടിയിലോ വേലത്തൊക്കെ വരുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ അതിൻ്റെ മേത്ത് തൊടും അവസരത്തിൽ സ്വാഭാവികമായിട്ട് അത് കടിക്കുന്ന സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ BBC-യുടെയും ഇവരുടെയൊക്കെ ചില വീഡിയോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും ഈ പാമ്പിനടുത്ത് ഈ കാല് ഡമ്മീസ് കൊണ്ടുവയ്ക്കുമ്പോഴും 10ൽ എനിക്ക് തോന്നുന്നു 7-8% ഇവര് അറ്റാക്ക് ചെയ്യാതെയാണ് ഇരിക്കുന്നത്. 2 തവണയാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് ഇവിടെ ജനറലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പില്ല. പക്ഷെ ഈ കടിച്ചിട്ടുള്ള കേസുകളിൽ വലിയൊരു ശതമാനവും ഈ പറയുന്ന പോലെ അതിനെ ചവിട്ടുകയോ അല്ലെങ്കിൽ അതായിട്ടൊരു കോണ്ടാക്ട് വരുന്ന ഒരു സമയത്താണ്. ഇത് പറഞ്ഞപ്പോഴാണ്, നേരത്തെ സഹവർത്തിത്വത്തിന്റെ കഥ പറഞ്ഞപ്പോഴാണ് നമ്മുടെ BBC-യിൽ കഴിഞ്ഞ 2023 പബ്ലിഷ് ചെയ്തൊരു ഡോക്യുമെന്ററി ഉണ്ട്. അതില് വെസ്റ്റ് ബംഗാളിലൊരു പ്രദേശത്ത് ഒരു വില്ലേജിൽ, വെസ്റ്റ് പർഗനാസ് ആണെന്ന് തോന്നുന്നു, ഇനി അത് കൃത്യമായിട്ട് നോക്കണം, അവിടെ മോണോക്കോൾഡ് കോബ്ര എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന സ്പെക്ടക്കിൾ കോബ്രയുടെ പോലെ തന്നെയുള്ള മറ്റൊരിനം, അവരുടെ പത്തിയിൽ ഒരു ഓവൽ അടയാളാണുള്ളത്, അല്ല വേറെ നായ കൗത്തിയ എന്ന് ശാസ്ത്രീയ നാമമുള്ള മോണോക്കോൾഡ് കോബ്ര. ഈ പാമ്പുകൾ അവിടെ ആളുകളുടെ ഇടയിൽ കൂടെയാണ് ജീവിക്കുന്നത്. അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഇവര് പാമ്പുകളെ ഉപദ്രവിക്കുന്നില്ല. വിഷമുള്ള പാമ്പാണ്. ഇതുവരെ അവിടെ ആരെയും കടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ നിൽക്കെ ഒരു തവളെ പിടിക്കുന്നു അല്ലെങ്കിൽ എലിയെ പിടിക്കുന്നു, കുറച്ച് ആള് കൂടി കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് ഇത് അതിനെ റീഅർജിറ്റേറ്റ് ചെയ്തത് അതിന്റെ പാട്ടിന് പോവുക ചെയ്യും. അവിടെ ആളുകളുടെ ഇടയിൽ ഇതിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു, കഴിക്കുന്നു ആളുകളുടെ ഇടയിൽ. അപ്പൊ ആ വീഡിയോ കാണണം, അത് ഞാനത് ഷെയർ ചെയ്തു തരാം. അതില് ആളുകളുടെ ഇടയിൽ കൂടെയാണ് ലിറ്ററലി പാമ്പ് പോകുന്നത്. മൂർഖൻ പാമ്പുകൾ പത്തി വിടർത്തുന്നത് നമ്മളെ ഒരു വാർണിംഗ് ആണ്, ഒരു ഇന്റിമിഡേറ്റ് ചെയ്യുന്നത്, കടിക്കുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അവിടെ ഈ മോണോക്കോൾഡ് കോബ്രാസ്, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഏതാണ്ട് 3 വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 3 വർഷമായിട്ട് ഒരു തവണ പോലും ഒരെണ്ണം പത്തി എടുത്ത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് പാമ്പ് എങ്ങനെ മനസ്സിലാക്കുന്നു? അത് ആ തരത്തിലുള്ള ഇന്റലിജൻസ് പാമ്പിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പക്ഷെ അതേസമയം ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ അല്ല, ആ പ്രദേശത്ത് കാണുന്ന ഈ മോണോക്കോൾഡ് കോബ്രാസ് എല്ലാം വളരെ ഡൊസൈലാണ്. അതായത് ആളുകളെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകളുടെ പുറകെ പോവോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നുമില്ല. വളരെ ക്ലോസ് റേഞ്ചിൽ ആളുകൾ നടന്നു പോകുന്നു, വൈക്കോലെടുക്കുമ്പോൾ അത് അപ്പുറത്തുനിന്ന് വൈക്കോലിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇത്തരത്തിൽ ആ വീഡിയോസിൽ ഒരുപാട് അത് വ്യക്തമായിട്ട് കാണണം. അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഹൗ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് സ്റ്റിൽ നോട്ട് ആൻസർഡ് യെറ്റ്. ഈ പാമ്പുകളെ പറ്റിയിട്ടേ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ പാമ്പ് എങ്ങനെയാണ് നമ്മളുടെ സാന്നിധ്യം ഇത് ചെവി കേൾക്കില്ല എന്ന് പറയുന്ന ഒരു സംഗതി, പിന്നെ ഈ മകുടി ഊതുന്ന ആളുകളെല്ലാം കൈവച്ചിട്ട് ചെയ്യുന്ന പരിപാടി, ഇതെങ്ങനെയാണ് അറിയുന്നത്? ഈ പറയുന്ന ചെവി കേൾക്കില്ല എന്ന് പറയുന്നത് സത്യമാണോ, സ്പർശമാണോ? ചെവി കേൾക്കും, പക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന പോലെ നമുക്ക് ഉള്ള പോലെ ഒന്നും അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. അപ്പൊ നമുക്ക് മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ് എന്ന് പറയുന്ന 3 എല്ല് നമ്മുടെ കേൾവിയെ സഹായിക്കുമ്പോൾ ഇവർക്ക് അതൊരു സ്റ്റേപ്പസ് എന്ന് പറയുന്ന ഒരു ഒറ്റ എല്ലാണ്. അത് പലപ്പോഴും അവരുടെ ജോ ആയിട്ടും കീഴ്ത്താടിയൊക്കെ ആയിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിലത്തുനിന്ന് വൈബ്രേഷൻസ് പിക്ക് ചെയ്യുമെന്ന് പറയുന്നത്. ഈ മകുടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മകുടി ഉപയോഗിക്കുന്നവരെല്ലാവരും കളിക്കുന്നത് മൂർഖനെ വെച്ചിട്ടാണ്, അല്ലാണ്ട് മറ്റു പമ്പുകളെ വെച്ചിട്ടൊന്നും ഇത് കാണുന്നില്ല. അപ്പൊ മൂർഖൻ എന്താ നമ്മളെ കാണുന്നു, അപ്പൊ ഈ പറയുന്ന ഒരു ത്രെഡ് പോസ്റ്റ് എന്നുള്ള രീതിയിൽ പത്തി വിടർത്തുമ്പോ അപ്പൊ ഈ പറയുന്ന അവരുടെ കംപ്ലീറ്റ് ഇത് വിഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ നിലത്തുനിന്നുള്ള വൈബ്രേഷൻസ് പിക്ക് ചെയ്യലൊക്കെ പിന്നെ വളരെ കുറഞ്ഞു, കാരണം തല മുകളിലേക്ക് പോകുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക, അവരുടെ കാഴ്ചയാണ് ആശ്രയിക്കുന്നത്. ആ സമയത്താണ് ഇതിനെ വെച്ച് സർക്കസ് കാണിക്കുന്നവർ ഇപ്പുറത്ത് ഒരു കൈയാട്ടും, അപ്പൊ അത് അങ്ങോട്ട് നോക്കും, അപ്പൊ പുറകിൽ വന്ന് തൊടും. അതല്ലെങ്കിൽ ഒരാള് സുഹൃത്ത് ഹാൻഡ് കർച്ചീഫ് ആട്ടുമ്പോൾ തലയിൽ മുകളിൽ ഉമ്മ വെക്കും, അതല്ലെങ്കിൽ കഴുത്തിൽ പിടിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമയം നമ്മൾ നോക്കിയാൽ അതിന്റെ അറ്റൻഷനെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് മകുടി ആട്ടുമ്പോൾ അത് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഒരു സംഭവം,
പടം പൊഴിക്കുക എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, അതിന്റെ യഥാർത്ഥ റീസൺ എന്താ? അതിന്റെ ശൽക്കങ്ങൾ വളരുന്നില്ല എന്നുള്ളത് എന്താണ്? അതിൽ ആ പ്രോസസ്സ് എന്താണ്? ശരീരം വളരുന്നതനുസരിച്ചിട്ടാണ് ഇവർ പടം പൊഴിക്കുന്നത്. അത് പലപ്പോഴും ഈ എന്താ പറയാ, നമ്മള് ഇന്ന സമയത്തിൽ അവർ പടം പൊഴിക്കും എന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങളാകുന്ന സമയത്ത് വളർച്ച നല്ലോണമുള്ള സമയത്ത് ഒരു ഓൺ എ ഫ്രീക്വന്റ് ബേസിസ് ഈ പറഞ്ഞ മാതിരി ഇവരുടെ സ്കിൻ പൊഴിച്ച് കളയും. അത് ഒരു എന്താ പറയാ, ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വലുതായി കഴിഞ്ഞാൽ ഈ പടം പൊഴിക്കുന്നത് എന്താ പറയാ, ലൈക്ക് അങ്ങനെ വെരി ഓഫൻ നടക്കുന്നൊരു സംഭവമല്ല. ഒരു സ്കിന്ന് ഷെഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ലൈക്ക് ക്ലീൻ ആയി വരുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഗ്രോത്തിന്റെയും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ സ്കിൻ ഷെഡിങ് എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ വെനം, ഈ പോയിസൺ എന്ന് പറയുന്ന, നമ്മൾ വിഷം എന്ന് പറയുന്ന സംഗതിയും പാമ്പിന്റെ വെനം എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ സത്യത്തിൽ? വലിയ വ്യത്യാസമുണ്ട്. അതായത് പാമ്പുകൾ വെനമസ് ആണ്. വെനം എന്ന് പറയുന്നത് ഒരു ജീവിയുടെ ശരീരത്തിൽ ഒരു ഗ്രന്ഥിയിലുണ്ടായി അത് ഒരു വിഷപ്പല്ലിലൂടെയോ ഈ പറയുന്ന പോലെ തേളതിന്റെ സ്റ്റിങ്ങിലൂടെയോ ഒക്കെ കുത്തിവെക്കുന്നതിനെയാണ് നമ്മൾ കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ കയറിയാൽ പ്രശ്നമാവുന്നതാണ് വെനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോബ്ലം if it is injected. Whereas poison can be a problem no matter whether it is injected or ingested. ഇഞ്ചക്ട് ചെയ്താലും ഇൻജസ്റ്റ് ചെയ്താലും പ്രശ്നമാണ്. അപ്പം അതിൽ പോയ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ വിഷമുള്ള ജീവി ഒരു തവളകളാണെന്ന് പറയും. അപ്പോകാലിപ്റ്റോ സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ മെൽ ഗിബ്സന്റെ സിനിമയാണ്. അതിൽ ഈ ട്രൈബൽസ് തമ്മിലുള്ള ഫൈറ്റും ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതിൽ ഫൈനൽ ക്ലൈമാക്സ് എത്തുന്നതോടനുബന്ധിച്ച് ഹീറോ ഫൈറ്റിന്റെ ഇടയിൽ ഒരു തവളയെ പിടിക്കും. ഈ തവളയെ പിടിച്ച് തവളയുടെ പുറത്ത് ആരോ ഇട്ട് വരയ്ക്കുകയും അത് വെച്ചിട്ട് ഈ വില്ലന്മാരെ കൊല്ലുന്ന ഒരു സീനുണ്ട്. സെൻട്രൽ സൗത്ത് അമേരിക്കൻ പ്രദേശങ്ങളിൽ, ആമസോണിയൻ പ്രദേശങ്ങളിൽ ഇത് വളരെ കോമൺ ആണ്. അവിടെ ഡെൻഡ്രോബെറ്റിഡെ എന്ന് പറയുന്ന വിഭാഗത്തിൽ ആരോ പോയ്സൺ ഫ്രോഗ്സ് ഉണ്ട്. ഈ ആരോ പോയ്സൺ ഫ്രോഗ്സ് എങ്ങനെയാ വെച്ചാൽ, ഇവർ കഴിക്കുന്ന ചില പ്രാണികളുടെ എക്സോസ്കെലറ്റനിൽ നിന്ന് ഇവർക്കൊരു തരത്തിലുള്ള വിഷം ഇവർ സെക്വസ്റ്റർ ചെയ്യാണ്. അത് ഇവരുടെ തൊലിപ്പുറത്താണ് ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ ഈ തവള നമ്മളെ കടിച്ചൊന്നും സംഭവിക്കില്ല, നേരെ മറിച്ച് നമ്മളെ തവളയെ കടിച്ചാൽ പ്രശ്നമാണ്. അപ്പൊ ആ പോയ്സൺ അതിന്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ സ്നേക്സ് ആർ നോട്ട് പോയ്സണസ്, സ്നേക്സ് ആർ വെനമസ്. പ്രകൃതിയിൽ എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ഹിമാലയത്തിൽ കാണുന്ന റാബ്ഡോഫ് സബ്നിയേറ്റസ് എന്ന് പറയുന്ന ഒരു ഇനം പാമ്പുണ്ട്. ഈ ഒരൊറ്റ ഇനം പാമ്പ് ഇന്ത്യയിൽ, ആ പാമ്പ് ഇറ്റ് ഈസ് ബോത്ത് വെനമസ് ആൻഡ് പോയ്സണസ്. അതായത് അതിന് വെനമുണ്ട്, അതേസമയം ഇവര് ചൊറിത്തവളകളെ കഴിക്കും. ഈ ചൊറിത്തവളകളുടെ ശരീരത്തിൽ ബൂഫോടോക്സിൻസ് എന്ന് പറഞ്ഞ ടോക്സിൻസ് ഉണ്ട്. അത് അത്ര നമ്മളെ ഭയങ്കര പ്രശ്നമുള്ള സാധനമല്ല. എന്നാൽ ഈ പറയുന്ന പോലെ ചെറുജീവികൾക്കെല്ലാം അതുകൊണ്ട് ഇറിറ്റേഷനും ചില സമയത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ. ഈ തവളയെ കഴിക്കുകയും ഈ ടോക്സിൻ ഇവർ സെക്വസ്റ്റർ ചെയ്യുകയും ഇവരത് ഇവരുടെ ന്യൂക്കൽ ഗ്ലാൻഡിൽ കഴുത്തിൽ ശേഖരിച്ചു. അപ്പൊ ഈ ഒരു പൂച്ച പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു പക്ഷി പിടിക്കുമ്പോൾ ഇവർ കഴുത്തിൽ നിന്ന് ഈ പോയ്സൺ യൂസ് ഔട്ട് ചെയ്യും. അതേസമയം ഇതിനെ ഇര പിടിക്കാനായിട്ട് ഇത് കടിച്ച് വെനം ഇഞ്ചെക്ട് ചെയ്ത് ഇര പിടിക്കുകയും ചെയ്യും. സോ ദാറ്റ് സ്നേക്ക് ഈസ് ബോത്ത് വെനമസ് ആൻഡ് പോയ്സണസ്. ബട്ട് ഇൻ ജനറൽ സ്നേക്സ് ആർ ഓൾ വെനമസ്. നമുക്ക് അവരെ പോയ്സണസ് എന്ന് പറയാൻ പാടില്ല, വെനമസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. വെനമസ് സ്നേക്സ് ആണ്, സ്നേക്സ് ആർ വെനമസ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ബൈറ്റ്സ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലേ, വെറ്റ് ബൈറ്റും ഡ്രൈ ബൈറ്റും. അത് എങ്ങനെയാണ്? അതായത് ഇവര് ഒരു എന്താ പറയാ വിഷഗ്രന്ഥി ഉണ്ട്, അതിന് പുറകിൽ ഇവർക്കൊരു റംബറസർ ഗ്രന്ഥിൽ എന്ന് പറയുന്ന ഒരു മസിൽ ഉണ്ട്. ഈ വെനം ഗ്രന്ഥിയിൽ നിന്ന് വെനം ഡക്ട് വഴി വിഷപ്പല്ല്, നമ്മൾ സിറിഞ്ച് പോലെ ഒരു സ്ലിറ്റുള്ള വിഷപ്പല്ലിലേക്കാണ് ഈ വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പൊ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇവരുടെ ആഹാര സമ്പാദനത്തിനും ഇരയെ ദഹിപ്പിക്കാനും ഒക്കെയാണ് വിഷം ഉപയോഗിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇവർ ഡിഫൻസ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല ആരോഗ്യവാനായിട്ടിരുന്നാലേ ഈ പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വെനം പ്രൊഡക്ഷനും ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. അത് ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് അൺനെസസറിലി ദേ ഡോണ്ട് റിയലി മൈൻഡ് ടു സ്പെൻഡ് ഇറ്റ് ഓൺ ഡിഫൻസ്. അപ്പൊ ഇത് ചില സമയത്ത് ഇവര് കടിക്കും. ഇറ്റ് ക്യാൻ ബി എ മോക്ക് ബൈറ്റ്, അല്ലെങ്കിൽ വിഷം ഇഞ്ചക്ട് ചെയ്യാത്ത രീതിയിലുള്ള കടിയായിരിക്കും. അതിന് ഡ്രൈ ബൈറ്റ്സ് എന്ന് പറയും. വിഷം ഇഞ്ചക്ട് ചെയ്യാതെ പാമ്പ് കടിക്കുകയും ചെയ്യും, എന്നാൽ വിഷം കയറിയിട്ടുണ്ടാവില്ല. എന്നാൽ ചില സമയത്ത് കടിക്കും, വിഷം ഇഞ്ചക്ട് ചെയ്യും, അത് വെറ്റ് ബൈറ്റ്സ് ആണ്. ഇത് നമ്മൾ ഇത് റെസ്ക്യൂ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം ഈ വക കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പൊ പലപ്പോഴും ഇത് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ബാഗ് കണ്ട് ഇത് അഗ്രസീവായിട്ട് ബാഗിൽ കടിക്കും. അപ്പൊ നമുക്ക് കാണാം ചില പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ മോക്ക് ബൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ബൈറ്റ് ആയിരിക്കും. ചില പാമ്പുകളാണെങ്കിൽ ആദ്യത്തെ കടിയിൽ തന്നെ നമുക്ക് വെനം വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ടെമ്പർമെന്റ് നമ്മളിൽ ആളുകളിൽ
ഉള്ള പോലെ തന്നെ ഇവരിലും പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. ഇപ്പൊ റെസ്ക്യൂവിന് പോകുമ്പോഴും പലപ്പോഴും നമ്മളൊരു സ്ഥലത്ത് പിടിക്കാൻ പോകുമ്പോഴും ചിലപ്പോൾ നമ്മളൊരു ഈ പറയുന്ന നമ്മളെ സേഫ് റെസ്ക്യൂ അല്ലെങ്കിൽ സയന്റിഫിക് റെസ്ക്യൂ എന്ന് പറയുന്നത് ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡ് എന്നാണ് പറയുക. ഇതിനകത്തൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ആ പാമ്പ് ഓടി നടന്ന് നമ്മളെ കടിക്കുകയല്ല ചെയ്യുക, അത് അതിന്റെ ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്യുക. അത് ഫ്ലീ റെസ്പോൺസ് ആണ്. അതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു ഹുക്ക് വെച്ചിട്ട് അതിനെ ഗൈഡ് ചെയ്യുകയും ഈ ബാഗ് ഒരു പൈപ്പിന്റെ അറ്റത്ത് PVC പൈപ്പിന്റെ അറ്റത്ത് നമ്മൾ ഡാർക്ക് കോട്ടൺ ക്ലോത്ത്, അത് ചിലപ്പോൾ ബ്ലാക്ക് ക്ലോത്തോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ക്ലോത്തോ ഒക്കെ ആയിരിക്കും. ഇതൊരു മാളം പോലെ തോന്നി അത് ഓടി അതിലേക്ക് ചിലപ്പോൾ ഓടി നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ ഓടി അതിലേക്ക് കയറും. അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാലിൽ പിടിക്കും, കഴുത്ത് ഹുക്ക് ചെയ്ത് ആ മാളത്തിലേക്ക് കൊണ്ടുപോയി അത് ഓടി അതിനകത്തേക്ക് കയറുകയാണ് ചെയ്യുക. അപ്പൊ ആ ഫ്ലീ റെസ്പോൺസ് ആണ് നമ്മളവിടെ ഇതില് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റെസ്ക്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ റെസ്ക്യൂറായിട്ട് ഓൺ ഫീൽഡിലുള്ള ആളുകളോട് സംസാരിച്ചാലും ഇപ്പം നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചാലും നമ്മൾ കാണുമ്പോഴും പോകുമ്പോഴും എല്ലാം വലിയൊരു ശതമാനം പമ്പുകളും ഈ പറയുന്ന വരെ അത്യാവശ്യം ഡീസന്റ് ആണ്. എന്നാൽ വൺസ് ഇൻ എ വൈൽ ഭയങ്കര അഗ്രസീവായിട്ട് എന്താ പറയാ, ഈ പറയുന്ന നമ്മൾ എത്ര ശ്രമിച്ചാലും കേറില്ല, കുറെ നേരം പത്തി ഉടത്ത് ഇങ്ങനെ നിർത്തും, ലൈക്ക് ചാടും, അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആളുകളും. ഈ റെസ്ക്യൂ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്തെ വാലില് കയറി പിടിച്ചിരിക്കുമ്പോ ഇതിങ്ങനെ ഈ പറയുന്ന പോലെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക്, അത് അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാറുണ്ടോ? അങ്ങനെ അറ്റാക്ക് ചെയ്യോ? അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹുക്ക് യൂസ് ചെയ്യുന്നത്. ഈ സേഫ് റെസ്ക്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ പല വിമർശനങ്ങളും ഇതും ഈ പഴയ പോലെ പിടിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് പിടിച്ചിട്ടും ഇത്തരത്തിൽ ചെയ്തിട്ടും കടി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിലുള്ള മറുപടി എന്ന് പറയുന്നത് ഈ അങ്ങനെ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ മെത്തേഡിന്റെ പ്രശ്നമല്ല. നമ്മളിപ്പോൾ ഹെൽമെറ്റിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്. എന്ത് റെസ്ക്യൂ ആണെങ്കിലും ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് സേഫ്ലി അവിടെ റിസ്ക് ആണ്. ട്രെയിനിങ്ങിലും ഈ പറയുന്നവരെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 1000ാമത്തെ പാമ്പിനെ പിടിക്കുമ്പോഴും നമ്മൾ ആദ്യത്തെ പാമ്പിനെ പിടിച്ച അതേ കോഷൻ എന്നുള്ളതാണ്. അതായത് ഇത് നമ്മൾ പാമ്പിനെ കൊണ്ടുവന്നു അതിനകത്ത് കയറ്റുന്നു, ഈ കയറ്റി കഴിഞ്ഞ് ഈ ബാഗ് കെട്ടുന്ന ഒരു പരിപാടി, ഈ കെട്ടുന്ന പരിപാടി വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ സേഫ് റെസ്ക്യൂ ചെയ്തിട്ട് കിട്ടിയ കടികൾ എടുത്താൽ വലിയൊരു ശതമാനവും ബാഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള കടികളാണ്. അപ്പൊ അതുവരെ സേഫ് ആയിട്ട് ചെയ്തിട്ട് ആ സമയത്ത് നമ്മളൊരു ശ്രദ്ധ പോകുമ്പോൾ ബാഗിൽ നിന്ന് പല്ലുകൂറലും അങ്ങനെയൊക്കെയുള്ള കേസുകളാണ്. പിന്നെ 1-2 കേസുകൾ എന്ന് പറയുന്നത് പുറത്തേക്ക് സേഫ് റെസ്ക്യൂ ആണെന്ന് പറയുമെങ്കിലും അത് സേഫ് റെസ്ക്യൂ മെത്തേഡ് ഫോളോ ചെയ്യാത്ത രീതിയിൽ ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇത് ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ പ്രൂഫ് മെത്തേഡ് that like nobody will get bitten or nobody will die. പക്ഷേ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ഇറ്റ്. നമ്മൾ ഈ കഴുത്തിൽ ഞെക്കി പിടിച്ച് അതിൻ്റെ ഇന്ന് ആ പാമ്പ് സ്ട്രെസ്ഡ് ആവും, നമ്മൾ സ്ട്രെസ്ഡ് ആവും. ഒരു ചെറിയൊരു മിസ്ഹാപ്പ് വരുമ്പോഴേക്കും ആ കയ്യിൽ നിന്ന് അഴയോ എന്തെങ്കിലും ചെയ്താൽ അത് കടിക്കുകയും ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ വളരെ സേഫ് ആയിട്ടുള്ള ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ചില പാമ്പുകളുടെ വാല് കുത്തിട്ട് വിഷം, അത് മിത്താണോ ഒറിജിനൽ ആണോ? മിത്താണ്. അതായത് നമ്മൾ പാമ്പിനെ പിടിക്കുമ്പോൾ, അതായത് ഈ ഹാൻഡിൽ ചെയ്യുമ്പോൾ, റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പിടിക്കുമ്പോൾ ഇവര് വാലിന്റെ അറ്റം അത്യാവശ്യം ലൈക്ക് പോയിന്റ് ചെയ്യാൻ സ്ട്രോങ് ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുത്തും. അപ്പോൾ ആ ഒരു നിന്നായിരിക്കാം പാമ്പ് വാല് വെച്ച് കുത്തും എന്നുള്ളൊരു, അത് പണ്ടും ആരെങ്കിലും ഒരാൾ ഇതേപോലെ അന്നും പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കഥയായിരിക്കാം ഇതിങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് പച്ചിലപ്പാമ്പ് അല്ലെങ്കിൽ വില്ലുന്നി എന്ന് പറയുന്ന പാമ്പ്, അതിനെ കൊമ്പേറി മുറുക്കൻ എന്ന് പറയും. ഒരു കണ്ണിലേ കൊത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. കണ്ണിൽ കൊത്താൻ പോയിട്ട് ഈ പാമ്പുകൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പാമ്പുകളല്ല. അപ്പൊ ഇതില് സംഗതി എന്താ വെച്ചാല് പലപ്പോഴും മരത്തിലായിരിക്കും ഇവരിയ്ക്കുന്നത്, ഇവര് ചെല്ലുന്നു, കാണുന്നു, അപ്പൊ ചിലപ്പോ തലയ്ക്ക് കൊത്താൻ വന്നിട്ടുണ്ടാവും. ഒരു കേസായിരിക്കാം. അത് അങ്ങനെ വന്നിട്ടുള്ള കഥകളായിരിക്കും ഈ വാല് കുത്തുന്നത്. അങ്ങനെ വാല് കൊണ്ട് ഇവർക്ക് കുത്താനോ ഇതിനൊന്നും സാധിക്കില്ല. വിഷപ്പല്ലിലൂടെ ഇതിലൂടെ മാത്രമാണ് അവര്. മാളം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, മാളം, അത് നമ്മളിപ്പോ പിടിക്കുന്നതും അങ്ങനെ തോന്നലുണ്ടാക്കിയിട്ടാണല്ലോ. പാമ്പുകൾ ഒറ്റയ്ക്ക് മാളം ഉണ്ടാക്കില്ലല്ലോ, വേറെ ഉണ്ടാക്കിയ മറ്റു ജീവികൾ ഉണ്ടാക്കിയ മാളങ്ങൾ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് അങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ അറിയുന്ന പാമ്പുകൾക്കൊന്നും അങ്ങനെ തുറന്ന് പോകാനൊന്നും സാധിക്കില്ല. എന്നാൽ വേറെ ഒരു പാമ്പുകളിൽ തന്നെ ഒരു വിഭാഗം പാമ്പുകളുണ്ട്, ഫോസോറിയൽ ആയിട്ടുള്ള മണ്ണിനടിയിൽ ജീവിക്കുന്ന ബറോയിങ് ആയിട്ടുള്ള സ്നേക്സ് ഉണ്ട്, ഷീൽഡ് ടെയിൽസ് എന്ന് പറയും, കവചവാലം പാമ്പുകൾ. അവരുടെ എന്താ പറയുക ബോഡി മോർഫോളജി, അവരുടെ ഓസ്റ്റിയോളജി, അവരുടെ തലയും ആ ഭാഗവും ഒക്കെ ആ തരത്തിൽ പരിണമിച്ചിട്ടുള്ളവരാണ്. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള വാലും ഇതേപോലെ തലയുള്ള അവര് മണ്ണ് തുറന്ന് അങ്ങനെ മാള ഉണ്ടാക്കി തുറന്നല്ല, പക്ഷെ മണ്ണിനടിയിൽ ജീവിക്കുന്ന മണൽ പ്രദേശങ്ങളിൽ കാണുന്ന അതാണോ? മണൽ പ്രദേശങ്ങളിൽ കാണുന്ന വേറെയാണ്. അതിനെ നമ്മൾ മണ്ണൂലി എന്ന് വിളിക്കുന്ന, നമ്മളെ പൂഴിപ്പൊളയൻ, മണ്ണൂലി, അതിലേക്ക് പോകുന്ന, അത് ഇപ്പൊ ഈവൻ ഡെസേർട്ടിലൊക്കെ കാണുന്ന വൈപ്പേഴ്സ്, അത് പക്ഷെ മണല് ഭയങ്കര ലൂസ് അല്ലേ. ഇത് ശരിക്കും
നമ്മളെ കട്ടിയുള്ള മണ്ണ് തുറന്ന് മണ്ണിനടിയിൽ ജീവിക്കുന്ന പാമ്പുകളുണ്ട്. ഷീൽഡ് ടെയിൽസ് എന്ന് പറയുന്നത് വിഷമില്ലാത്ത പാമ്പുകളാണ്. പാമ്പുകളുടെ ഇപ്പോ ഒരു കടി കിട്ടി, ഇനിയിപ്പോ നമുക്ക് അതിന്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ട് വരിക എന്നുള്ളത്. ഇപ്പൊ ഒരാൾക്ക് നമ്മുടെ കൊത്തു കിട്ടിയെന്ന് വിചാരിക്കുക, ഉടനെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ചികിത്സയാണ്, എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്? നമ്മളിപ്പം അതിന് എളുപ്പത്തിൽ പറയുന്നത് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ്. RIGHT. ശരിയായി. ശരിയായി. ഡു ഇറ്റ് റൈറ്റ്. RIGHT. അല്ലെ റീഅഷ്വർ. കടി കിട്ടിയ ആളെ സമാധാനിപ്പിക്കുക. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം പല ആളുകളും പലതരത്തിലാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ വരെ പേടിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ പറയുന്ന പോലെ വിഷമില്ലാത്ത പാമ്പാണെന്ന് അറിയാം, 100% ഉറപ്പാണ് വിഷമില്ലാത്ത പാമ്പാണെന്ന്. അതിനെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പടത്തേക്ക് കൊണ്ടുവിടുന്നതിൻ്റെ ഇടയിൽ കടിച്ചു. 10 പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. അതായത് ഇത് വിഷമില്ലാത്ത പാമ്പാന്ന് അറിയുന്ന ഒരാളുടെ അവസ്ഥയാണ്. അത് അറിയാത്ത ആൾക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും. പക്ഷെ നമുക്ക് ആശ്വസിപ്പിക്കാം. അതിൽ ഇപ്പം നമ്മൾ 2000 മുതൽ 2019 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ 1 മില്യൺ സ്നേക്ക് ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്. വേൾഡിന്റെ സ്നേക്ക് ബൈറ്റ് ക്യാപിറ്റലാണ് ഇന്ത്യ. ഏതാണ്ട് 10 ലക്ഷം ആളുകളാണ് 20 വർഷത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ആവറേജ് എടുത്താൽ ഒരു വർഷം 50,000 ആളുകൾ മരിക്കുന്നു. അതന്നെയല്ലേ ഏറ്റവും കൂടുതൽ മരണകാരണമാവുന്ന. അപ്പൊ അതില് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് ഒരു 5 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ 100-ലും മീതെ മരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ സർപ്പ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ തരം ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിൽ ഇത് വളരെയധികം താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2025 വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ 26 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ 100-ന് മീതെ ഉണ്ടായിരുന്ന നമ്പറിൽ നിന്ന് വളരെയധികം താഴേക്ക് വന്നതിന് ഒരുപാട് കാരണങ്ങൾ. ഒരു വർഷം 25 പേരുന്ന. അതായത് 100-ന് മീതെ ഉണ്ടായിരുന്നു. അത് 2021-22 എനിക്ക് തോന്നുന്നു 40 ആ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ 26. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 28-ഓ 30-ഓ കൃത്യം എനിക്കറിയില്ല, നോക്കണം. അപ്പൊ താഴോട്ടാണ് വരുന്നത്. അപ്പൊ അതൊന്ന്. അപ്പൊ അത് എന്തുകൊണ്ട് ഇങ്ങനെ കുറയുന്നു എന്നുള്ളതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പം 50,000 പേരുടെ അടുത്ത് ഇന്ത്യയിൽ ഒട്ടാകെ മരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇത്രയും കുറവ്. അതിനർത്ഥം കേരളത്തിൽ കടികളില്ല എന്നുള്ളതല്ല. ഏതാണ്ട് 3000-നും 5000-നും 8000-നും അടുത്ത് പാമ്പ് കടികൾ ഒരു വർഷം നമുക്ക് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ വലിയൊരു ശതമാനം ആളുകളെ നമ്മുടെ സിസ്റ്റം രക്ഷപ്പെടുന്നു. നമുക്ക് പോകാൻ ആശുപത്രികളുണ്ട്, ചികിത്സിക്കാൻ അറിയുന്ന വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. ആശുപത്രിയിൽ പോകണമെന്ന് ബോധം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. പിന്നെ താരതമ്യേന മറ്റുള്ള പ്രദേശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ മികച്ച ജീവിത നിലവാരം എന്നുള്ളതൊരു ഫാക്ടർ തന്നെയാണ്. അതായത് പുറം സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളിൽ വലിയൊരു ശതമാനവും നിലത്ത് കിടന്നുറങ്ങുന്നവരോ മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. അപ്പൊ ഇവിടെയും നമ്മുടെ ഇവിടെയും കടി വരുന്നതിൽ ഈ പറയുന്ന പോലെ കൃഷി അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ വളരെ അടുത്തൊരു കണക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ MNRGSൽ അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ആളുകൾക്കും കടി ഏൽക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ വനംവകുപ്പ് കുറച്ച് ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയൊക്കെ ഉള്ളപ്പോഴും കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകളെ രക്ഷിച്ചെടുക്കുന്നുണ്ട്, അതിന് പറ്റുന്നുണ്ടെന്ന് നമുക്കത് ശ്വസിപ്പിക്കാം. ലൈക്ക് ആളെ ആശ്വസിപ്പിക്കാൻ ഉപയോഗിക്കാം. റീഅഷ്വർ എന്ന് പറയുന്ന കാര്യത്തിൽ, അതായത് ഇപ്പം 130 പാമ്പുണ്ട്, അതിൽ 4 അല്ലെങ്കിൽ ഈ പറയുന്ന 5 മനുഷ്യമരണത്തിന് കാരണമാകുന്നുള്ളൂ എന്നുള്ള തരത്തിലുള്ള ആളെ സമാധാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. ഇമ്മൊബിലൈസ് എന്നാണ് പറയുന്നത്. കടി കിട്ടിയ ആളെ നമ്മൾ കായികമായിട്ട് അധ്വാനിപ്പിക്കാതെ, അയാളെ അനക്കാതെ കസേരയിലോ സ്ട്രക്ചറിലോ ആംബുലൻസിൽ നടക്കാൻ സമ്മതിക്കാതെ ആശുപത്രിയിലേക്ക് കായികമായിട്ട് അധ്വാനിപ്പിക്കാതിരിക്കുക, ഫിസിക്കലി എക്സർട്ട് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളത് രക്തത്തിലേക്ക് കൂടുതൽ പ്രദേശത്തേക്ക് ഈ വെനം എത്താതിരിക്കാൻ ഉള്ള മാർഗമാണ്. GH, ഗോ ടു ഹോസ്പിറ്റൽ. എത്രയും പെട്ടെന്ന് ആന്റിവെനം ചികിത്സയുള്ള ആശുപത്രിയിലേക്ക് പോകണം. അതായത് ഈ ആന്റിവെനം ചികിത്സ എന്ന് പറയുമ്പോൾ, ആന്റിവെനം എന്ന് പറയുന്നത് നമ്മൾ ഈ വിഷം പാമ്പിന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് കുതിരയുടെ ശരീരത്തിൽ നേരിയ അളവിൽ കുത്തിവെച്ച് കുതിരയുടെ ശരീരത്തിൽ അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് ആണ് നമ്മൾ ആന്റി സ്നേക്ക് വെനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ശരീരം അതിനെയും റിജക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ അതിനെതിരെയും അലർജി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മോണിറ്റർ ചെയ്യാനും എല്ലാത്തിനും സൗകര്യമുള്ള ആന്റിവെനം അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെയാണ് ആശുപത്രി? ഒരുപാട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അതത് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകൾ, അതേപോലെ ഓരോ ജില്ലയിലും ഉണ്ട്. താലൂക്ക് ആശുപത്രികളുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു സ്റ്റെപ്പും കൂടി പോയിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ നേരെ അവിടെ പോവുക, ഇത്രയും ഡോസ് ആന്റിവെനം എടുത്ത് അവിടെ നിന്ന് അവർ റെഫർ ചെയ്യുന്ന. അല്ല നമ്മൾ നേരെ ഈ പറയുന്ന
ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് എത്തുമെങ്കിൽ മികച്ച അവിടേക്കാണ് തന്നെയാണ് പോകുന്നത്. അപ്പൊ അത് നമുക്കിപ്പോൾ ഓരോ പ്രദേശം എടുത്താൽ അവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് മെഡിക്കൽ കോളേജിലായിരിക്കും. രണ്ട് ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് ജൂബിലി മിഷൻ. ഈ പറയുന്ന രണ്ട് സ്ഥലത്തും ഫ്രീ ആയിട്ടാണ് ആന്റിവെനം ഇതെല്ലാം ചെയ്യുന്നതും. അപ്പൊ ഇത് ഓരോ സ്ഥലത്തും കോഴിക്കോടാണെങ്കിൽ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഈ പാമ്പൻ വിഷം വന്നിട്ടുള്ള ചികിത്സയിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഇൻ കേരളം ഇറ്റ്സെൽഫ്. ഡോക്ടർ ജയേഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് ഡോക്ടർമാർ അത് ഈ പാമ്പുകളല്ല, ഇതല്ലാത്ത ആന്റിവെനം ഇല്ലാത്ത ചില പാമ്പുകളുടെ കടിയും ഈ അടുത്തായിട്ട് കൂടി വരുന്നുണ്ട്, സംസാരിക്കാം. അതിനെയൊക്കെ വളരെ പ്രോപ്പറായിട്ട് അവിടുത്തെ ടീം മാനേജ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ബേബി മെമ്മോറിയൽ ഉണ്ട്, മിംസ് ഉണ്ട്, ഈ പറയുന്ന ഒരുപാട് ആശുപത്രികളുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതിനാണ് ഇപ്പൊ ഈ പറയുന്ന സർപ്പ അല്ലെങ്കിൽ സ്നേക് പീഡിയ പോലെയുള്ള ആപ്പുകളെ ആശ്രയിക്കുന്നത്. സർപ്പ ആപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മളിപ്പോൾ സ്വിഗ്ഗിയോ സൊമാറ്റോ ഊബറോ ഒക്കെ പോലെ തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള റെസ്ക്യൂറിനെ അതിൽ ബന്ധപ്പെടാം. അതേപോലെ തന്നെ ഇതേപോലെ ആന്റിവെനം ചികിത്സയുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് അവിടെയുണ്ട്. അപ്പൊ നമ്മൾ ഒരാൾക്കൊരു കടി കിട്ടി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ആന്റിവെനം ഉള്ള എന്നാൽ ആളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അവിടെ വിളിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. 1 മണിക്കൂറിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതല്ല, പക്ഷേ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഗോൾഡൻ അവർ വളരെ ക്രൂഷ്യലാണ്. അതിനുള്ളിൽ എത്തിക്കാൻ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു ഈവൻ വയനാടും ഇടുക്കിയിൽ വരെ 1 മണിക്കൂറിനുള്ളൊക്കെ എത്താവുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് ആണ് വരുന്നൊരു സിറ്റുവേഷൻസ് ഉള്ളത്, സെയിം ഇടുക്കിയിലും. അപ്പോൾ റീഅഷ്വർ, ഇമ്മൊബിലൈസ്, GH, ഗോ ടു ഹോസ്പിറ്റൽ ആൻഡ് ഫൈനലി ടെൽ ദ ഡോക്ടർ. കണ്ട കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങളോ നമ്മൾ പ്രശ്നങ്ങളോ എല്ലാം ഡോക്ടറോട് പറയുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് തല്ലിക്കുന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുപ്പിയിലാക്കിയോ കൊണ്ടിരുന്നതാണ്. അത് ചെയ്യാൻ നിന്ന് കൂടുതൽ അപകടം ഉണ്ടാക്കി വെക്കരുത്. പക്ഷെ നിങ്ങളൊരു ഫോട്ടോ എടുത്തോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഈ ചികിത്സയ്ക്കും എല്ലാത്തിനും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. ഇപ്പൊ ആന്റിവെനം ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു പാമ്പാണ് കടിച്ചത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആന്റിവെനം കൊടുക്കാതിരിക്കാം. ഡയാലിസിസ് പോലുള്ള ട്രീറ്റ്മെന്റോ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റോ കൊടുക്കാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കും. അപ്പോൾ പാമ്പിനെ നമ്മൾ പാമ്പ് കടിച്ചാൽ പാമ്പിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോകണോ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകണോ ഇല്ല. ഡോക്ടർമാർ അത് നോക്കിയിട്ടല്ല ചികിത്സിക്കുക. അവർ രക്തത്തിൽ വിഷം കലർന്നിട്ടുണ്ടോ മറ്റ് ഈ സിംറ്റംസ് നോക്കിയിട്ടൊക്കെയാണ് അവർ ചികിത്സിക്കുക. പക്ഷെ നമുക്ക് സേഫായിട്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്, വേണ്ട എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇത് കൊണ്ടുവന്നാലേ ചികിത്സിക്കൂ ഇല്ല. പ്രോട്ടോകോൾ എന്ന് പറയുന്ന അവർ രക്തം പരിശോധിക്കും, ഒബ്സർവേഷനിൽ വെക്കും. ഈ ആളിൽ ഈ പാമ്പ് കടിയേറ്റതിന്റെ സിംറ്റംസ് ഏതൊക്കെ തരത്തിൽ വരുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് ആന്റിവെനം ചികിത്സ നൽകുന്നത്. ഈ പാമ്പ് കടിക്ക് ആന്റിവെനം ചികിത്സയാണോ ഉള്ളത്? അത് മാത്രമാണോ ഉള്ളത്? പാമ്പ് കടിക്ക് ആന്റിവെനം ചികിത്സ മാത്രമാണ്. നമ്മുടെ ശരീരത്തിൽ രക്തത്തിനകത്ത് കയറുന്ന വിഷത്തെ നിർവീര്യമാക്കാനായിട്ട് ആന്റിവെനത്തിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ പുറത്ത് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സോപ്പിട്ട് കഴുകരുത് എന്ന് പറയുന്നത്. ഇപ്പോൾ നായ കടിക്കുന്ന അല്ലെങ്കിൽ റാബീസിന്റെ സിറ്റുവേഷനിൽ വൈറസോ അതല്ലെങ്കിൽ ഈ പറയുന്ന വേറെ വല്ല ജീവികളുണ്ടോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഒഴിവാക്കാൻ നമ്മൾ സോപ്പിട്ട് കഴുകുന്ന പോലെ. അപ്പോൾ വെനം നമ്മുടെ പുറത്തിരുന്നാലോ തൊലിയുടെ അവിടെ ഇരുന്നാലോ ഒന്നും സംഭവിക്കാനില്ല. നമ്മളിത് കഴുകുമ്പോഴോ അമർത്തുമ്പോഴോ ഈ വിഷം കൂടുതൽ അകത്തേക്ക് കയറി പ്രശ്നമൊന്നും ആവാതെ അല്ലെങ്കിൽ ആ സമയം കളയാതിരിക്കാനാണ് സോപ്പിട്ട് കഴുകേണ്ട. ടൂർണിക്കെ അത്തരത്തിൽ കെട്ടുകളൊന്നും പാടില്ല. ടൂർണിക്കെ പാടില്ല എന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വന്നു. പിന്നെ അഡ്വൈസബിൾ ആയിട്ട് പറയുന്നത് ഒരു പ്രഷർ ബാൻഡേജ് എന്ന് പറയുന്നതാണ്. അത് കുഴപ്പം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പൊതുജനമോ സാധാരണക്കാരോ ഒന്നും ഇതിൽ പ്രോപ്പർലി ട്രെയിൻഡ് അല്ല. അപ്പൊ അവര് പലപ്പോഴും ഇത് ചെയ്യുന്നത് നല്ലതിനേക്കാൾ മോശമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സും എല്ലാവരും പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. ഈ പറയുന്ന നമ്മൾ 26 എന്ന് പറയുന്നു അല്ലെങ്കിൽ ഈ കുറഞ്ഞു എന്ന് പറയുമ്പോഴും അതിൽ ചെറിയൊരു ശതമാനമെങ്കിലും അശാസ്ത്രീയമായിട്ടുള്ള രീതികളിലേക്ക് പോയിട്ട് മരണം സംഭവിച്ചിട്ടുള്ള കേസുകളുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി അതും കൂടി ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പം കേരളം മൊത്തം വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയൽ കേരള സ്റ്റോറീസിൽ ഒന്നാണ് ഹൗ കേരള ആസ് എ സിസ്റ്റം ഇസ് ഡീലിംഗ് വിത്ത് ദിസ്. അത് ഇപ്പം സർക്കാർ സംവിധാനങ്ങൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പോൾ വനംവകുപ്പ് ആവട്ടെ അതല്ലെങ്കിൽ വനംവകുപ്പിനോട് ചേർന്ന് ഇപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും ഇതിൽ വളരെയധികം കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇപ്പം പൊതുജനം, ഇപ്പോൾ ഈ വനംവകുപ്പിന്റെ ഈ റെസ്ക്യൂവേഴ്സ് എന്ന് പറയുന്നത് വോളണ്ടിയർ സേനയാണ്. അത് സന്നദ്ധ സേവകരാണ്. വലിയൊരു ശതമാനം ആളുകൾ ഈ പറയുന്ന പോലെ പൈസ മേടിക്കാതെ, അത് ചെറിയ ശതമാനം അവിടെ ഇവിടെയൊക്കെ മേടിക്കുന്നുണ്ടാവും, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ വലിയൊരു ശതമാനം ആളുകൾ സന്നദ്ധ സേവനം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേര് ഇതൊരു സർവീസ് എന്നുള്ള രീതിയിൽ ഇപ്പം പിന്നെ ഡോക്ടേഴ്സിനെ സഹായിക്കും. ഇപ്പം നമുക്ക് റിസർച്ചേഴ്സ്, നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഡോക്ടേഴ്സ്
ഒരുപാട് പേര് ഇപ്പം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട് കേരളത്തിലെ പാമ്പുകൾ. ഒരു 10-13 വർഷം മുമ്പ് തുടങ്ങിയ കൂട്ടായ്മ. ഭയങ്കര ആൾക്കാരൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് ഒരു ദിവസം മിനിമം 10-20 ചിത്രങ്ങൾ തിരിച്ചറിയാനായിട്ട് വരും. അത് ആദ്യകാലത്ത് വളരെ കുറച്ച് പേര് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് വളരെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളും വളരെ എക്സലന്റ് ആയിട്ട് ഒരു പക്ഷേ ഇതിൽ ഗവേഷണം ചെയ്യുന്നതിനേക്കാളും മികച്ചതായിട്ട് അവർ തിരിച്ചറിയുന്നുണ്ട്. ഈ ഗ്രൂപ്പിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. അതേപോലെ നമുക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ റൺ ചെയ്യുന്ന ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയുണ്ട്, സെക്സ് ഓഫ് കേരള എഡ്യൂക്കേഷൻ. ഇന്നിപ്പോൾ അതിൽ 800-ലധികം ഡോക്ടർമാരുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തുള്ള എനിക്ക് തോന്നുന്നു 10-25 പേര്, ബാക്കി കേരളത്തിലെ ആശുപത്രികളിൽ സ്നേക്ക് ബൈറ്റ് കേസസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആശുപത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ മിക്കവരും പടവും അല്ലെങ്കിൽ ജീവനോടെ സാധനമൊക്കെ ആയിട്ട് വരുന്നത്. അതിന്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡോ 2 സെക്കൻഡ്. ഈ സമയത്തിനുള്ളിൽ ഒരു ഡോക്ടർ റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ ഈ കൂട്ടായ്മകളുടെ ഡോക്ടർ ജിനേഷ് ഓസ്ട്രേലിയയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഡേവിഡ്, അതല്ലെങ്കിൽ ഇപ്പൊ റിഷാദ്, ഒരുപാട് പേര് ആക്റ്റീവായിട്ടുള്ളവരുണ്ട്. ഇപ്പൊ ഇത് ഞങ്ങള് മത്സരിച്ച് ഉത്തരവിട്ടിരുന്നു. ഇപ്പൊ കഴിഞ്ഞൊരു 2 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞൊരു 1 വർഷമായിട്ട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഡോക്ടർമാർ മത്സരിച്ചാണ് ഉത്തരവിടുന്നത്. അതായത് ദേ ആർ ട്രെയിൻഡ് നോ, അതായത് നമ്മൾ പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടല്ല, പക്ഷെ ഇത് കണ്ട് പഠിച്ച് അവർ എഫേർട്ട് എടുത്ത് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ സക്സസ്ഫുൾ ആയിട്ട് ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം വനംവകുപ്പ് കഴിഞ്ഞ വർഷം 0 സ്നേക്ക് ബൈറ്റ് ഡെത്ത് ഇനിഷ്യേറ്റീവ്, അതായത് 5 വർഷത്തിനുള്ളിൽ 0-ലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഈ പറയുന്ന പോലെ പൊതുജനവും കൂടെ നിൽക്കുക. അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡിന്റെയും ആവശ്യമില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അതെ, നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. നേരെ തെറ്റിദ്ധാരണകളാണ്. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഡോക്ടറാണ് ഉള്ളത്, ഹി മൈറ്റ് ബി ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഒരു ഡോക്ടർ ഇപ്പൊ ഒരാളെ പമ്പ് പിടിച്ചു, ഡോക്ടർ അവിടെ ഉണ്ട്, ആൾക്ക് ആ പ്രഷർ ബാൻഡേജ് വളരെ കൃത്യമായിട്ട് ഇത് തിരിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് സൗകര്യപ്രദമാകും വിധം, ഇതിൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത വിധം അത് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയായിരിക്കും. പക്ഷെ ഒരു പൊതുജനത്തിനെ സംബന്ധിച്ചത് അതറിയില്ല. നമുക്കത് ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നതും എളുപ്പമല്ല. നമ്മളിപ്പം ഈ CPR കൊടുക്കുന്നതിന്റെ പറയുന്ന പോലെയാണ്. പല ആളുകൾ, നമ്മൾ MN വിജയ മാഷ അടക്കമുള്ള പല ആളുകൾ, അന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു CPR കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോയേനെ. എന്നാൽ നമുക്ക് ട്രെയിനിങ് കിട്ടാഞ്ഞിട്ടാണോ? അല്ല, അത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് എല്ലാവർക്കും, ഇത്രയും വലിയൊരു ജനത്തിന് അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഒരാൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അടുത്ത ആൾ ചെയ്യുന്ന. ഒരു പേഴ്സൺ ടു പേഴ്സൺ ബയസ് ഉണ്ടായേക്കാം ഒരു ട്രെയിൻഡ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ച്. അപ്പോൾ ഒരു അൺട്രെയിൻഡ് ആള്, ഒരു ഡോക്ടർ അല്ല, ഒരു ക്ലിനീഷ്യൻ അല്ലാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ ഫസ്റ്റ് എയ്ഡുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇത് തന്നെയാണ്, ഒരു പ്രഷർ ബാൻഡേജ് ചെയ്യുന്നതാണ്. അപ്പം അതിലും വായിക്കുമ്പോഴും നമ്മൾ പല ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യുമ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ചില സമയത്ത് ഈ കെട്ടിയത് കൊണ്ട് ആ സ്ഥലം ആംബുട്ടേറ്റ് ചെയ്യേണ്ടി വരിക, അതല്ലെങ്കിൽ അത് ഊരി കഴിയുമ്പോൾ പെട്ടെന്നൊരു സർജൻ ഉണ്ടാവുകയും പെട്ടെന്ന് ആള് ഡെത്ത് ആവുന്ന കേസുകൾ വരിക. അതല്ലെങ്കിൽ ഞാൻ ഇന്ന് വായിച്ച അല്ലെങ്കിൽ കേട്ട ഒരു കാര്യം, ഒരു ഡിലേ പോയിന്റ്സ് എന്ന് പറയുന്ന ചില ഏരിയാസിൽ ഈ വെനം എന്താ പറയുക സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുകയും കുറച്ച് നേരം കഴിഞ്ഞത് സർപ്രൈസിംഗ്ലി പെട്ടെന്ന് ആക്ട് ആവുന്നു. അത് ഐ എം നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ പറഞ്ഞത് കേട്ടതിൽ നിന്ന് എടുത്ത കാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ടൂർണിക്കേ പാടില്ല എന്ന് ശാസ്ത്രീയമായിട്ട് പണ്ടേ മറ്റേ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കേട്ടത്. ഇത് ഒരു പ്രഷർ ബാൻഡേജ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇപ്പം ബാൻഡേജിൽ ഒരു വിരൽ കയറുന്ന പോലെ അത്രയും തിന്നായിട്ട് കെട്ടണമെന്നാ പറയുന്നത്. പക്ഷെ അത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് the patient take the victim to hospital as soon as possible. 4 പാമ്പുകൾക്കുള്ള ആന്റിവെനത്തിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. അതല്ലാത്തതിനുള്ള, അതായത് ആന്റിവെനം ഇല്ലാത്ത സ്നേക്ക് ബൈറ്റ്സ് ഉണ്ടാവുമോ? നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പിറ്റ് വൈപ്പേഴ്സ് എന്ന് പറയുന്ന പാമ്പുകളുണ്ട്. വനപ്രദേശങ്ങളിലും വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് ആർബോറിയലാണ്, മരത്തിന് മുകളിൽ കാണുന്നവരാണ്. അതിലൊരാളുണ്ട്, ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പർ, മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയും. പിറ്റ് വൈപ്പർ എന്ന് പറയുമ്പോൾ കുഴിയിലിരിക്കുന്ന വൈപ്പർ അല്ല. ഇവർക്ക് അവരുടെ മൂക്കിന്റെയും കണ്ണിന്റെയും ഇടയിൽ ലോറിയൽ റീജിയനിൽ, ലോറിയൽ ശൽക്കത്തിൽ ഒരു പിറ്റ് ഉണ്ട്. അത് ഹീറ്റ് സെൻസിങ് ഓർഗനാണ്. അപ്പൊ ഇത് ചെറിയ പാമ്പുകളാണ്. പക്ഷെ ഈ ഹംബ് നോസ്ഡ് പിറ്റ് വൈപ്പർ ടെറസ്ട്രിയൽ ആണ്, നിലത്താണ്, കരിയിലകൾക്കിടയിലാണ് ഇരിക്കുക. അപ്പോൾ വനത്തിനോട് ചേർന്ന് ഉള്ള പ്രദേശങ്ങളിലും ഇപ്പം റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ളവരും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ കടി വളരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഒരു പക്ഷേ മൂർഖൻ്റെ കടിയോട് അതേ സമാനമായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ കടി വരുന്നുണ്ട്. അതിൽ വളരെ അപൂർവമായിട്ടാണെങ്കിലും ചില മരണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാമ്പിൻ്റെ വിഷത്തിന് ആൻറ്റിവെനം
ഒരു തരത്തിലും അനുയോജ്യമല്ല. കാരണം ഇതിന്റെ വെനം കണ്ടന്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മളെ ആന്റി സ്നേക്ക് വെനം മറ്റ് 4 പാമ്പുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പൊ അത് വേണം എന്നുള്ള രീതിയിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതല്ലാത്ത ഇത് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വരുന്ന ഈ കേസുകൾ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആന്റിവെനം കൊടുക്കാതെ വളരെ എഫിഷ്യന്റ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് മോണിറ്റർ ചെയ്ത്, ഇപ്പൊ ചിലപ്പോൾ ചില കേസുകളിൽ ഡയാലിസിസ് വേണം എന്നുള്ളത് ഡോക്ടർ ജയേഷ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ആന്റിവെനം ഇല്ലാതെയും ഇതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ, അതായത് ആന്റിവെനം അല്ലാതെ എങ്ങനെയാണ് ഡെത്ത് ആവാതെ നമുക്ക്, അതായത് അത് അത്രയും ഒന്ന് മറ്റുള്ളവരുടെ പോലെ ഭീകരമായിട്ടുള്ള വെനം അല്ല. പക്ഷെ ചില ആളുകളിൽ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പ്രായമായിട്ടുള്ള ആളുകളിലോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുള്ളവരൊക്കെ ഇത് ചെറിയ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിൽ ട്രീറ്റ്മെന്റ് പലപ്പോഴും ഈ ഡയാലിസിസോ അല്ലെങ്കിൽ പ്ലാസ്മ ട്രീറ്റ്മെന്റോ ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒബ്സർവ് ചെയ്തുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ വീടുകൾക്ക് ചുറ്റും ഉള്ള അല്ലെങ്കിൽ വേസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ എലിയെ പോലുള്ള സാധനങ്ങൾ വരുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന പാമ്പുകൾ, അങ്ങനെയാണല്ലോ ഇത് നമ്മുടെ പരിസരത്ത് സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോ ഇതും ഒരു മിത്താണോ എന്ന് അറിയില്ല. ഇപ്പൊ വെളുത്തുള്ളി അല്ലെങ്കിൽ കായം ഒക്കെ വീടിന്റെ ചുറ്റും തളിക്കുക എന്നൊക്കെ പറയുന്നത്, അതിൽ എത്രത്തോളം ശാസ്ത്രീയതയുണ്ട്? അതിലുള്ള പ്രശ്നം എന്താ വെച്ചാല്, നമ്മള് പലപ്പോഴും ഇതായിട്ട് ചേർത്ത് പറയുന്നവരുടെ മണക്കാനുള്ള കഴിവിനെ പറ്റിയാണ്. അത് മൂക്ക് കൂടുതൽ പ്രധാനമായിട്ട് അവർ ശ്വസിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവര് നാക്ക് പുറത്തേക്കിട്ട് അന്തരീക്ഷത്തിലുള്ള ഈ പറയുന്ന സാധനങ്ങൾ പിടിച്ചെടുക്കുകയും അത് അപ്പർ പാലറ്റിലൂടെ വോമറോനേസൽ ഓർഗൻ അല്ലെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറയുന്ന ഓർഗനിലേക്ക് കൊടുക്കും. അതാണ് പിന്നെ ബ്രെയിനിലേക്ക് പോയി ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇരയെ തിരിച്ചറിയുന്നത്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ ഇതിലൂടെയാണ്. അതൊരു എക്സലന്റ് സെൻസ് ഓഫ് പെർസെപ്ഷൻ ആണ് ഈ ഓർഗനിലൂടെ കിട്ടുന്നത്. അപ്പൊ ഈ വെളുത്തുള്ളി, മണ്ണെണ്ണ, ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ ഫലപ്രദമല്ല എന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പാമ്പ് വന്നു, വെളുത്തുള്ളി അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ ഞാൻ ദേഹം പൊള്ളും, ജീവനും കൊണ്ട് ഓടും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് സസ്റ്റൈനബിൾ അല്ല. അത് വളരെ നൈമിഷികമാണ്. അതായത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്പ്രേ എടുത്ത് അവിടെ അടിക്കേണ്ടി വരും. നമ്മുടെ വീടിന് ചുറ്റും ഈ വെളുത്തുള്ളി കൊണ്ടോ ഈ മണ്ണെണ്ണ കൊണ്ടോ ഡീസൽ കൊണ്ടോ പെട്രോൾ കൊണ്ടോ പമ്പ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വളം കുത്തി ഇതിനകത്ത് ഇത് ഒഴിച്ചു വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓരോ മണിക്കൂറും നടന്ന് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടി വരും. വളരെ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ പ്രായത്തിനിടയിൽ എത്ര തവണ പമ്പിനെ കണ്ടിട്ടുണ്ടോ? ഒരു തവണ കണ്ടു, ഞാൻ വെളുത്തുള്ളി കലക്കി അല്ലെങ്കിൽ പാൽക്കായം കലക്കി അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം കലക്കി ഒഴിച്ചു. പിന്നെ ഞാൻ കാണുന്നത് ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ. അപ്പൊ ഞാൻ നേരെ കോറിലേറ്റ് ചെയ്തു വെളുത്തുള്ളി അടിച്ചോണ്ട്. അപ്പോൾ ഇവരുടെ മേത്തേക്ക് നമ്മളിതൊക്കെ ഒഴിച്ചാൽ, ഈ പറയുന്ന മണ്ണെണ്ണയോ ഡീസലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിച്ചാൽ അവർക്ക് പൊള്ളും, വേദനിക്കും, അല്ലെങ്കിൽ അവരെ ഡിറ്റർ ചെയ്യും, ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നുണ്ടെങ്കിലും നമ്മൾ വീടിനകത്ത് ഇത് വരാതിരിക്കാൻ ഇത് ചെയ്തത് കൊണ്ട് കാര്യമില്ല. കാരണം മണ്ണെണ്ണ കഴിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ഉണ്ടാവുമോ മണ്ണെണ്ണയുടെ എഫക്ട് അവിടെ? നേരത്തെ പറഞ്ഞില്ലേ, നിലത്ത് കിടക്കുമ്പോഴാണ്. ഇപ്പൊ ഉയരമുള്ള സ്ഥലങ്ങളില്, അതായത് വീടിനകത്ത് തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെയാന്ന് വിചാരിക്കുക, ഹൈറ്റിലേക്ക് ഈ പാമ്പ് പോവോ? അങ്ങനെ കയറാൻ പറ്റുമോ? ചില കേസുകളുണ്ട്. ഇപ്പം ഞങ്ങക്ക് ഒരു കോവിഡ് സമയത്ത് ഏതാണ്ട് 9ാമത്തെ അല്ല 7ാമത്തെ നിലയിൽ നിന്ന് മൂർഖമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നൊരു കേസ് ഉണ്ടായി. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നെയാണ് മനസ്സിലായത് ഈ വെന്റിലേറ്ററിന്റെ സൈഡിൽ അണ്ണാന്റെ കൂടുണ്ടായിരുന്നു, അതിലേക്ക് ഞാഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങുണ്ടായിരുന്നു. അപ്പൊ തെങ്ങുമ്മ കൂടെ കയറി വന്നിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഒരു വീഡിയോ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ എല്ലാവരും അയച്ചു തരുന്നുണ്ട്. എനിക്കൊന്ന് ഹൈദരാബാദിലാണോ കൊൽക്കത്തയാണോ എന്നറിയില്ല. ഇതേപോലെ 10ാമത്തെ നിലയിൽ എന്തോ ഒരു പാമ്പ് ഫ്ലാറ്റിൽ ഇങ്ങനെ കയറി പോകുന്നത്. അതൊരു ചുവര് പാമ്പാണ്. ചുമരിൽ കയറാൻ കഴിയുന്ന വിഷമില്ലാത്ത പാമ്പാണ്. പക്ഷെ നമുക്ക് വിഷമുള്ളതും അങ്ങനെ വന്നേക്കാം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, പക്ഷികളോ ഒക്കെ പിടിച്ചു പോകുന്ന കാലിൽ നിന്ന് വീണ് അങ്ങനെ വരാം. പൂച്ചകള് ഈ പാമ്പിനെ പിടിച്ച് ഇതിനെ കൊണ്ടുവന്ന് അകത്തേക്ക് വെക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഒരു ടോയ് പോലെ ഒറ്റടിക്ക് കൊല്ലില്ല, ഇവരിങ്ങനെ കൊണ്ടുവന്ന് ചിലപ്പോൾ നമ്മുടെ വീടിനകത്തും കിടക്കയുടെ അകത്തും അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ വരാം. പട്ടികൾ കൊണ്ടല് കുറവാണ്. പട്ടികൾ കൂടുതലും കൊല്ലുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവര് ഇതൊരു ത്രെട്ടാണ്, മാസ്റ്ററിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ കൊല്ലുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോ ഇല്ലാന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. കോഴി അറ്റാക്ക് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ട് കോഴിക്കൂടിനകത്ത് മുറുക്കം കയറി എല്ലാ കോഴിയും കൊത്തിക്കൊന്നു. അതായത് ഇത് ചിലപ്പോൾ മുട്ട തിന്നാനായിരിക്കും കയറിയത്, കണ്ടു കഴിഞ്ഞാൽ ബാക്കി കോഴികളെല്ലാം കൂടി അറ്റാക്ക് ചെയ്യാൻ വരും. സ്വാഭാവികമായിട്ട് ഇതെല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ
മറ്റൊന്ന് ഈ പറയുന്ന ഇരയെ പിന്തുടർന്ന് വരുന്ന വരവിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഉയരമൊക്കെ കയറി കൂടായികയില്ല. പലപ്പോഴും നമുക്ക് അതുപോലെ കാണുന്നതാണ്, കിളിക്കൂടിനകത്തേക്ക് കയറും. എങ്ങനെ കയറിയെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പുറത്തു പോകാൻ പറ്റാണ്ട് കുടുങ്ങി. അപ്പൊ ഇരയുടെ പുറകെ വരുന്ന സമയങ്ങളിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. മറ്റൊന്ന്, നമ്മള് ഇന്നിപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഒരു സുഹൃത്ത്, റെസ്ക്യൂ ചെയ്യുന്ന ഒരു സുഹൃത്ത്, ഇങ്ങനെ ഈ മണ്ണണ്ടയതിന്റെ കാര്യം പറയുമ്പോൾ പറയായിരുന്നു, ഒരു സ്ഥലത്ത് പോയി, അടുപ്പിന്റെ അടുത്തായിരുന്നു. അപ്പൊ ഇവര് ഇതിനെ കണ്ടിട്ട് ഇവരിങ്ങനെ നിൽക്കണോണ്ട് അതൊരു മൂലക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഇത് നേരെ അടുപ്പിലേക്ക് എടുത്ത് ചാടുക ചെയ്യണം, കാരണം തീയാണുള്ളത്. അപ്പൊ അത് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് അത് അതിലേക്ക് എടുത്ത് ചാടുക. അതേപോലെ ഈ ഇരയുടെ പുറകെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കേസുകളിൽ സാധാരണഗതിക്ക് വരില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ വന്നുകൂടായികയില്ല. അപ്പം ഈ വീടിനകത്തേക്കുള്ള ഹോളുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. വന്ന സമയത്തെ നമ്മള് മണ്ണിങ്ങനെ എല്ലാ വീടുകളിലും കയറിയപ്പോ ഏറ്റവും വലിയ പ്രശ്നം പാമ്പുകൾ. അല്ല, അത്രത്തോളം കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലേ? അതല്ലേ അതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത്. മരങ്ങളിൽ താമസിക്കുന്ന പാമ്പുകളുണ്ടോ? ഉണ്ട്. നമ്മൾ ഇപ്പൊ ഈ പറയുന്ന മൂർഖൻ അടക്കം പല പാമ്പുകളും മരത്തിന്റെ മണ്ടയിൽ കയറും. ഇപ്പൊ അണലി നമ്മൾ മരത്തിൽ താമസിക്കില്ല. അവര് ഈ പറയുന്ന പോലെ ഇപ്പൊ ചൂടത്ത് ചേരകൾ പലപ്പോഴും ഇതിനകത്ത് റെസ്റ്റ് ചെയ്യുന്നതാണ്, മൂർഖൻ റെസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ അണലി പ്രതീക്ഷിക്കുക പോലുമില്ല മരത്തിൽ കയറുന്ന കാര്യം. പക്ഷേ ഒരു 8 മാസം മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുറച്ച് കുട്ടികളുടെ ഒരു ഫോട്ടോ വെച്ചു മരത്തിന്റെ മുകളിലിരിക്കണം. അപ്പൊ നമ്മൾ ചേരയാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, അത് നല്ലൊരു അണലി സുഖസുന്ദരമായിട്ട് ഏതാണ്ട് ഒരു 2 മീറ്റർ ഉയരത്തിൽ മരത്തിന്റെ മീതെ ഇരിക്കുന്നു. നമുക്കറിയില്ല അതിങ്ങനെ അവിടെ കയറി എന്നുള്ളത്. തീർത്തും മരത്തിന്റെ മീതെ കാണാത്ത ഒരു പാമ്പ് കൂടിയാണ്. അതേപോലെ കാസർഗോഡ് ഈ അടുത്ത് പോയപ്പോൾ മണ്ണൂലി എന്ന് പറയുന്ന പാമ്പുണ്ട്. ഞാൻ ഇവിടെ കാണുന്ന മണ്ണൂലിയും ഈ പറയുന്ന പുഴിപ്പളയനൊക്കെ നമ്മൾ മണ്ണിൽ നടക്കുന്ന പാമ്പായിട്ട് കാണുന്നു. ഒരു പ്ലാവില് ഏതാണ്ടൊരു 3 ആൾ പൊക്കത്തില് പാമ്പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു പോയതാ. അപ്പൊ പോകുമ്പോ സുഹൃത്ത് KTS സന്തോഷ് എന്ന് പറയുന്നത് മാസ്റ്റർ ട്രെയിനറാണ്, അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അത് മരപ്പാമ്പായിരിക്കും. ഞാൻ ചെയ്ത മരപ്പാമ്പ് മണ്ണൂലി. അപ്പൊ എനിക്ക് വിശ്വാസമില്ല. ചെന്ന് അവിടെ നിൽക്കുമ്പോഴാണ് 3 ആൾ ഉയരത്തിൽ ഈ പാമ്പ് മരത്തിന്റെ മുകളിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നതാ, ആളുകള് പാമ്പുകളെ വളർത്തുന്ന പരിപാടി. കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന വലിയ പാമ്പുകളെ, അത് റിയൽ ആണോ? അത് നിയമപരമാണോ? അങ്ങനെ സാധിക്കുന്നതാണോ? അങ്ങനെ ഇണങ്ങുന്നൊരു സംഗതിയാണോ ഇത്? അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് ഇരിക്കുന്ന ഒരു സാധനം ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പെറ്റ് പാമ്പുകൾ പറയുന്ന മനസ്സിലാക്കുന്ന കാര്യം. എന്നാൽ ഇതേ പാമ്പുകൾ തന്നെ പല ഉടമസ്ഥരെയും കടിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇപ്പൊ നമ്മള് അല്ല, അപ്പൊ അമേരിക്കയിലൊക്കെ സ്ഥിരം പുറത്ത് വരുന്നുണ്ട്, പലരും സ്വയം ചികിത്സിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ രാജവെമ്പാല നമ്മൾ ഇവിടെ ആന്റിവെനം ഇല്ല, പണ്ടുണ്ടായിരുന്നു, ഉപയോഗമില്ല എന്നുള്ളത് കൊണ്ട് ആന്റിവെനം പ്രൊഡക്ഷൻ നിർത്തിയതാണ്. എന്നാൽ അമേരിക്കയിലൊക്കെ എനിക്ക് തോന്നുന്നു 2-3 വർഷം കൂടുമ്പോൾ മിക്കപ്പോഴും ഒരു കിങ് കോബ്ര ബൈറ്റ് ഉണ്ടാവും ഇതേപോലെ വളർത്തുന്ന ആളുകൾക്ക്. നമ്മുടെ ഇവിടെ ഇത് നിയമം ആ ഒരു ഭാഗത്ത് ഇച്ചിരി സ്കെച്ചിയാണ് ഇപ്പോഴും പലതരത്തിലുള്ള പല പ്രദേശങ്ങളിലെയും റയറായിട്ടുള്ളതും എൻഡേഞ്ചർഡ് ആയിട്ടുള്ള, ഒരു പക്ഷേ കോവിഡിന് ശേഷം ഇവിടെ ബൂം ഉണ്ടായിട്ടുള്ള വലിയൊരു ഇൻഡസ്ട്രി പെറ്റ് ഇൻഡസ്ട്രിയാണ്. അത് ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ പലതരത്തിൽ വരുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പാമ്പുകൾ എപ്പോഴും ആളുകൾക്ക് ഭയമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനെ പിടിക്കുന്നവരോ അല്ലെങ്കിൽ അതുമായിട്ട് ഇടപെടുന്നവരോ അതിനെ വളർത്തുന്നവരോ ഹീറോ പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് അതിന് ഈ എക്സോട്ടിക് സാധനങ്ങളോടുള്ള ഡിമാൻഡ് ഉണ്ടാവില്ല. ഒരു കടുവയെ വളർത്താൻ കിട്ടിക്കഴിഞ്ഞാൽ വളർത്തുന്ന അതേപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നം ഒരുപാടുണ്ട്. ഒന്ന്, ഇതിന്റെ സ്ഥലത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരുന്നു, അവിടെ അതില്ലാതാവുന്നു, നാശം സംഭവിക്കുന്നു എന്നുള്ളത് കൂടാതെ ഇവിടെ ഈ പറയുന്ന സാധനങ്ങൾ നാളെ ഇത് എന്നാണ് ഇതിനെ പുറത്ത് കാണുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ റെഡ് ഇയർഡ് സ്ലൈഡർ എന്ന് പറയുന്ന ആമ. ആഫ്രിക്കൻ മൂഷി പോലെ അല്ല, ആഫ്രിക്കൻ മൂഷിയൊക്കെ നമ്മൾ പിന്നെ കൊണ്ടുവന്നാണ്. ഈ റെഡ് ഇയർഡ് സ്ലൈഡർ ചെറിയ ആമയാണ്. അത് സൗത്ത് അമേരിക്കൻ അവിടെ കാണുന്ന ട്രാക്കിമസ് ക്രിപ്റ്റാലിഗൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. 250 രൂപയ്ക്കോ 350 രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ പലയിടത്തും വെക്കുന്നത്. നല്ല ഭംഗിയാണ്, ചെറിയ. ഇതൊരു 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഈ വലുപ്പം വരികയും അത് ഇടുന്ന പ്രദേശം നാറിയിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആളുകൾ വളർത്തിയ ഓമന മൃഗമല്ലേ, സർവീസ് ചെയ്യുന്നു, അതിനെ രക്ഷിക്കുന്നു എന്നുള്ള എടുത്ത് കുളത്തിലേക്ക് വിടും. ഇന്ന് ഈ ആമ അത് ഭയങ്കര ഒരു ജനറലിസ്റ്റ് സ്പീഷീസാണ്. അതിന് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ ഇങ്ങ് പറ്റി സുഖസുന്ദരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തനതായിട്ടുള്ള സാധനങ്ങൾ ഇല്ലാതാവുന്നൊരു സിറ്റുവേഷനാണ്. സജീവ് സാറിന്റെ നേതൃത്വത്തിൽ KFRAയിൽ അതിന്റെ ഒരു വർക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പം അഷ്ടമുടിക്കായലും നമ്മുടെ കോൾ നിലങ്ങളും നമ്മുടെ തനതായിട്ടുള്ള പുഴകളിലും ഒക്കെ ഇതിനെ ഇന്ന് കാണാം. പറയും ഒരു അമേരിക്കൻ സാധനമാണ് നമ്മുടെ അവിടെ വളരുന്നത്. അപ്പൊ അതേപോലെ
ഇപ്പം ഫ്ലോറിഡയിലൊക്കെ മലമ്പാമ്പ് ഇല്ലാത്ത സാധനം ഇതേപോലെ വളർത്താൻ കൊണ്ടുപോയി ആളുകൾ ഇറക്കി വിട്ട് അവിടെയുള്ള തനതായിട്ടുള്ള ജീവികളെ കൊന്ന് വലിയ പ്രശ്നമാകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നാളെ അതേപോലെയുള്ള പല സാധനങ്ങളെയും നമ്മളിവിടെ കാണേണ്ടി വരും. ഇഗ്വാനയായിട്ടും ഇതുപോലെ പമ്പുകളായിട്ടും. അത് ഉണ്ടാക്കുന്ന ഒരു പരിസ്ഥിതി ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. ഓക്കെ. അതേപോലെ ഈ മലമ്പാമ്പുകള് വലിയ സാധനങ്ങളെ വിഴുങ്ങുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വീഡിയോകളും അതിവിടെ സജീവമാണ്. മലമ്പാമ്പുകൾ ധാരാളം ഉണ്ട്. നമുക്ക് മൂർഖൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂർഖനോടൊപ്പം തന്നെ റെസ്ക്യൂവിൽ ഏറ്റവും കൂടുതൽ വരുന്ന മലമ്പാമ്പാണ്. തെറ്റായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് മനുഷ്യനെ പിടിക്കും വിഴുങ്ങും എന്നുള്ളതാണ്. ഒരു തരത്തിലും ഇല്ല. അതിൻ്റെ അടുത്ത് സർക്കസ് കാണിക്കാൻ പോവുകയോ അതിനെ വെച്ച് ഇതേപോലെ ഹീറോ കളിക്കാൻ പോകുന്ന ആളുകളെ അല്ലാതെ അത് കടിക്കുന്നില്ല. അത് അതിൻ്റെ പാട്ടിന് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം പലയിടത്തും ഇപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. പലയിടത്തും ആളുകളോട് സംസാരിക്കുമ്പോൾ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനത്തെ സ്ഥലങ്ങളാണ്, അത് എൻ്റെ പാട്ടിന് പൊക്കോട്ടെ എന്നുള്ളതാണ്. അത് പലപ്പോഴും ഈ പറയുന്ന പോലെ തുരപ്പൻ പോലുള്ള സാധനങ്ങൾ തിന്ന് അവരുടെ എണ്ണം നിയന്ത്രിക്കുന്ന രീതിയിൽ നല്ല റോള് വഹിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അഭ്യാസം കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നല്ല കടി അടിക്കും, പട്ടി കടിക്കുന്ന പോലെ കടിക്കും. നല്ല സ്ട്രോങ് ബൈറ്റും ആണ്. വെനമസ് അല്ല. അതെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ ചോദിച്ചു മേടിച്ചാൽ കടിക്കുന്ന ഒരു പാമ്പാണ്. അല്ലാത്ത പക്ഷം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് സ്ഥലം വിടുന്ന. ഈ വെനമസ് അല്ലാത്ത പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താ സംഭവിക്കുക? വേറെ എന്തെങ്കിലും തരത്തിലുള്ള വിഷം കയറുന്നില്ലായിരിക്കാം, അല്ലാത്ത ഈ പറയുന്ന പോലെ ഇത് ഈ എലിയം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തിന്നു തന്നെ അത്തരത്തിലുള്ള ഈ പറയുന്ന മാതിരി എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ എന്തിനൊക്കെ സാധ്യതയുള്ളൂ. അതല്ലാത്ത പക്ഷം ഇത് കടിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മൈലി വെനമസ് ആയിട്ടുള്ള പാമ്പുകളാണ് ഇപ്പൊ പച്ചില പാമ്പ്, അതല്ലെങ്കിൽ പൂച്ചക്കണ്ണം പാമ്പുകൾ. മൈലി വെനമസ് ആയിട്ടുള്ള പാമ്പ് അത് കടിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു നീര് വരുന്നതായിട്ട് പല റിപ്പോർട്ട്സുകളുണ്ട് എന്നുള്ളതല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും. ഈ കാവുകളുണ്ടല്ലോ, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചരിത്രത്തിലുള്ള ഒരു സംഗതിയാണ്. അത് ഈ പാമ്പുകളുടെ ഒരു വലിയ ആവാസ വ്യവസ്ഥയും കൂടിയിട്ടാണ്, മരങ്ങൾ മാതിരി അല്ലെ. അതിന്റെ ഒരു നാശമേ ഇവയ്ക്ക് സ്ഥലമില്ലാത്ത രീതിയിലേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു കേരളയിലേക്കാണ് അത് കൂടുതലും ഒരു പക്ഷെ ഇല്ലാതായിട്ടുള്ളത്. നോർത്തേൺ കേരളയ്ക്ക് പോയ എപ്പോഴും കാവുകളും ഉണ്ട്. അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പണ്ട് ഇതിന്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിയ ആരൊക്കെയോ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ കൺസെപ്റ്റ്സ് തന്നെയാണ് ഈ കാവുകളൊന്നും. അത് ഒരു പാമ്പുകൾ എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ജൈവ വൈവിധ്യത്തിന്റെ കോട്ട തന്നെയാണ് കാവുകൾ. കണ്ണൂരും കാസർഗോഡൊക്കെ പോവുകയാണെങ്കിലും പലപ്പോഴും വനപ്രദേശത്ത് കാണുന്ന സാധനങ്ങൾ വരെ ഈ പല കാവുകൾക്കകത്തുണ്ട്. അപ്പൊ അത് ഇല്ലാതായിട്ടുള്ളത് പലയിടത്തും ഇല്ലാതായിട്ടുള്ളത് സ്പേസ് ലിമിറ്റേഷൻ തന്നെയാണ്. ആ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പലയിടത്തും കാവുകൾ ഇല്ലാതായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി വേറെ ചില സ്ഥലത്ത് വെക്കുന്ന തരത്തിലുള്ള. അപ്പൊ എൻ്റെ തറവാട്ടിലുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ ചെറുപ്പത്തിൽ വലിയൊരു ഏരിയ, ഒരു പറമ്പിന്റെ നടുക്ക് ഒരു കാവായിരുന്നു. ഇപ്പോ അതൊരു കാവ് മാത്രം ഒരു ചെറിയ സ്ഥലമായിട്ട് മാറിയിട്ടുള്ളത്. ഈ പാമ്പിൻ പുറ്റ് എന്ന് പറയൂലേ, എന്താണ് ഈ പാമ്പിൻ പുറ്റ് എന്ന് പറയുന്നത്? ചെതൽപുറ്റാണ് ബേസിക്കലി. അപ്പൊ ഈ ചെതൽപുറ്റിനകത്ത് പലപ്പോഴും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ പിടിക്കാനായിട്ട് ഇത് വരും. അതല്ല ഇനി ഈ പറയുന്ന ഒരു ചൂടുള്ള മാളം പോലെ ഫീൽ ചെയ്യുന്നത് എന്താ? അത് കയറി ഇറങ്ങിയിട്ട് ഉണ്ടാവുന്ന ഹോളാണ്. ചെതൽപുറ്റിനകത്ത് ഇപ്പൊ ഇതും പാമ്പ് മാത്രമല്ല മറ്റു പല ജീവികളും അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ അതിനെ ഇരപിടിക്കാൻ സമയത്തും അതല്ല ഈ ടെർമൈറ്റ് ഹിൽ പലപ്പോഴും നല്ല തണുപ്പുള്ള ഇതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചൂടുള്ള സമയത്ത് അതിനകത്ത് ഇരിക്കുന്നതായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാമ്പിൻ പുറ്റ് എന്ന് പറയുന്ന പരിപാടി അല്ല അത് ഈ ചെതലിന്റെ പുറ്റ് മറ്റു പല ജീവികളും ഉപയോഗിക്കുന്നതിനോടൊപ്പം പാമ്പുകളും ഉപയോഗിക്കുന്നതാണ്. മാളം എന്നുള്ളൊരു സെൻസിൽ തന്നെ. ഇപ്പൊ ബാത്റൂമിലൊക്കെ പാമ്പ് കയറിയിട്ട് ക്ലോസറ്റിനകത്തിരിക്കുക, പിന്നെ വണ്ടികളിൽ പാമ്പ് കുടുങ്ങി കിടക്കുന്നത് കാണലുണ്ട്. അതൊക്കെ എന്താ സംഭവിക്കുന്നത്? വണ്ടികൾക്കുള്ളിൽ, ഹെൽമെറ്റിന്റെ ഉള്ളില്, സ്കൂട്ടറിനകത്ത്. ഈ ഹെൽമെറ്റിന്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഇവര് കോസി ആയിട്ടുള്ള ഒരു സ്ഥലം വന്ന് ഇരിക്കുന്നു, പുറത്തിരിക്കുന്ന. ഇപ്പൊ ഷൂ ആണെങ്കിൽ അതൊരു മാളാണല്ലോ സത്യം പറഞ്ഞാൽ ചെറിയ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം. ഈ വണ്ടികൾക്കുള്ളിലും ബാത്റൂമിനുള്ളിലും ഒക്കെ മിക്കപ്പോഴും ഈ പറയുന്ന എലിയുടെ പുറകെ വന്ന് കയറി പെടുന്നത്. ഇരയുടെ പുറകെ കയറി വന്ന് തന്നെയാണ് ഈ വണ്ടികളുടെ ഉള്ളിലും ഇതിന്റെ ഇടയിലൊക്കെ വന്ന് കുടുങ്ങുന്നത്. ഓക്കെ. നേരത്തെ പറഞ്ഞില്ലേ കോളർ മാതിരി ഒരു സാധനം വെച്ചിട്ട് വിടുന്നു, അത് തിരിച്ചു വന്ന സംഭവങ്ങളുണ്ടോ? അങ്ങനെ കാട്ടിൽ വിട്ടിട്ടുള്ള, നമ്മൾ ഇവിടുന്ന് റെസ്ക്യൂ ചെയ്ത് കാട്ടിൽ വിട്ടിട്ടുള്ള? നമ്മുടെ അവിടെ അത്തരത്തിലുള്ള പഠനങ്ങളില്ല. പക്ഷെ ഈ ഇപ്പം റസൽ സ്വൈപ്പറിന്റെ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റഡിയിലും അതുപോലെ തന്നെ ഇപ്പൊ രാജംപാലയുടെ ഒക്കെ അതിനെ പിടിച്ച സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ട് അത് അതിലേക്ക് ഈ സ്ഥലത്തേക്ക് വരാൻ ശ്രമിക്കുന്നതായിട്ടുള്ള റെക്കോർഡുണ്ട്. രാജംപാല ചുറ്റിത്തിരിഞ്ഞ് ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുള്ള
റെക്കോർഡ്. അത് ശരി ശരി ശരി. വീടുകൾക്കകത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ പാമ്പുകളില്ലേ, കുരുടിപ്പാമ്പ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള, അതും ഈ പാമ്പ് ശരിക്കുള്ള വലിയ പാമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല, എല്ലാം പാമ്പുകൾ തന്നെയാണ്. ആണ്. അതായത് പല ആവാസ വ്യവസ്ഥകളിലേക്ക് പല ലൈഫ് സ്റ്റൈലിലേക്ക് ഇവര് ഡൈവേഴ്സിഫൈ ചെയ്ത് പരിണമിച്ചു എന്നുള്ളതാണ്. കുരുടിപ്പാമ്പുകൾ ഇതേപോലെ ഫോസോറിയലാണ്, മണ്ണിനടിയിൽ ജീവിക്കുന്നതാണ്. ഞാൻ നേരത്തെ കണ്ണ് കാണും, വളരെ ചെറിയ കണ്ണുകളാണ്. മണ്ണിന്റെ അടിയിലായതുകൊണ്ട് തന്നെ അത് റൂഡിമെന്ററി ആണ്, ഭയങ്കര പെർഫെക്റ്റ് ഐസൈറ്റ് ഒന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. വെള്ളത്തിലുള്ള പാമ്പുകളില്ലേ, അതെപ്പോഴെങ്കിലും കരയ്ക്ക് കയറുന്നതാണോ? അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? വെള്ളത്തിലുള്ള പാമ്പുകൾ കടലിൽ ജീവിക്കുന്ന പാമ്പുകളാണ്. അത് അറിയാണ്ട് അടിച്ച് തിരയിലൊക്കെ വരുന്നതാണ്. അത് ഏറ്റവും വിഷമുള്ള പാമ്പുകൾ വെള്ളത്തിലുള്ള കടൽ പാമ്പുകളാണ്. കാരണം അവരുടെ ആഹാരം എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. കടി കിട്ടിയ ഉടനെ മീൻ ചാവണം, ഇല്ലെങ്കിൽ മീനിന്റെ പാട്ടിന് പോകും. അപ്പൊ അതുകൊണ്ട് അവരുടെ വെനം ഭയങ്കര പൊട്ടൻസിയാണ്. പക്ഷെ ഭയങ്കര ഡൊസൈലായിട്ടുള്ള, ഡീസെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ശാന്തര സ്വഭാവക്കാരായിട്ടുള്ള പാമ്പുകളാണ്. ഇപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നവരൊക്കെ വലയിൽ നിന്ന് അവര് കൈകൊണ്ടാണ് ഇതിനെ സാധാരണ എടുത്ത് കളയാറ്. അപ്പൊ അതിന്റെ ബൈറ്റും വളരെ 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 റെയറാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആലപ്പുഴയിൽ ഒരേ ഒരു റെക്കോർഡ് എന്തോ ആണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. ഉണ്ട് എന്ന് 1-2 ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് റെക്കോർഡ് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല. കുളത്തിലോ കായലിലോ പുഴകളിലോ ഒന്നും ഇല്ല 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 പാമ്പുകൾ ഉണ്ടാവില്ല. കടൽ പാമ്പുകൾ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഉണ്ട്, നമ്മുടെ നീർക്കോലി കുളത്തിൽ കാണും. അതുപോലെ കായലിലോ കണ്ടലിലോ ഒക്കെ കാണുന്ന, ബ്രാക്കിഷ് വാട്ടറിൽ കാണുന്ന ചില പാമ്പുകളുണ്ട്. ഇപ്പൊ മഡ് സ്നേക്സ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഡോഗ് ഫേസ്ഡ് വാട്ടർ സ്നേക്ക് എന്ന് പറയുന്ന പാമ്പ്, അതൊക്കെ ഈ പറയുന്ന മൈൽഡ്ലി വെനമസ് ആണ്. മനുഷ്യന് പ്രശ്നമുള്ള വെനമല്ലാതല്ല. മനുഷ്യന് പ്രശ്നമുള്ള വെനവും ഇപ്പൊ മറ്റു പാമ്പുകൾ, ഇപ്പൊ നമ്മളിപ്പോ കാറ്റഗറൈസ് ചെയ്യുന്നത് മനുഷ്യനെ വിഷമേൽപ്പിക്കുന്നതിനെയാണല്ലോ. മറ്റു ജീവികളെ ഈ നമ്മൾ ഈ കാറ്റഗറൈസ് ചെയ്യാത്ത പാമ്പുകൾ കടിച്ചിട്ട് കൊല്ലുകയും തിന്നുകയൊക്കെ ചെയ്യോ? അതായത് ഇപ്പം മൈൽഡ്ലി വെനമസിൽ പെടുന്നത് പലപ്പോഴും ഈ പറയുന്ന പോലെ ചെറു ജീവികളെ, പല്ലിയോ അല്ലെങ്കിൽ ചെറിയ പക്ഷികളോ, അതിനെയൊക്കെ കൊല്ലാൻ തുരുന്ന തരത്തിലുള്ള വിഷമുള്ളൂ. അത് നമ്മളെ കടിക്കുകയാണെങ്കിലോ ഒന്നും സംഭവിക്കില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പച്ചിലപ്പാമ്പ്, മൈൽഡ്ലി വെനമസ് ആണ്. ഈ വനംവകുപ്പിന്റെ ആപ്പാണല്ലോ സർപ്പ, അതിന്റെ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? എത്രത്തോളം ആളുകളുണ്ട്? ആളുകൾക്ക് എങ്ങനെയാണ് അവരെ ബന്ധപ്പെടാൻ പറ്റുക? 2020 സർപ്പ എന്ന് പറയുന്ന ഈ ഗൈഡ് ലൈൻ വന്നത്. അത് ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് വയനാട്ടില് മറ്റേ ശാലാശരൻ എന്ന് പറയുന്ന കുട്ടി പാമ്പ് കടിയിട്ട് മരിച്ചത്. 2 ഉത്തറ മർഡർ കേസ്. വെച്ചാൽ അവര് ഇങ്ങനെ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇയാള് പാമ്പിനെ വാങ്ങിയത്. ഒരു സുരേഷ് ചാവരുകാവ് എന്ന് പറഞ്ഞിട്ട് ആൾ ജയിലിലാണ്. 3 പാമ്പിനെ പിടിക്കുന്ന ഒരാള് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതേപോലെ ആളുകളുടെ ഇടയിൽ വെച്ച് പാമ്പിനെ വെച്ച് എന്തോ ഫോൺ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നതിനിടയിൽ കടി കിട്ടിയ ആള് സ്പോട്ടിൽ മരിച്ചു വീഴുന്ന ഒരു വീഡിയോ ഇറങ്ങുകയും ചെയ്തു. ഇങ്ങനെ ആയപ്പോഴാണ് വനംവകുപ്പ് ഇതിനൊരു ലൈക്ക് ആളുകൾ അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, പൈസ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്, ഇതിനൊന്നും ഒരു കണക്കില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണ് ഇതൊരു മാർഗരേഖയായിട്ട് വരികയും അന്ന് ഇതേപോലെ ഒരു ഗൈഡ് ലൈൻ ഫോം ചെയ്യാം, സേഫായിട്ട് റെസ്ക്യൂ ചെയ്യണം, ഇത് വെച്ച് ഷോ നടത്താൻ പാടില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റെഗുലേഷൻസ് കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് ട്രെയിനിങ്സ് നടത്തുകയും ചെയ്തത്. ഇന്ന് 3500ഓളം ലൈസൻസ്ഡ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സ് കേരളം ഒട്ടാകെയുണ്ട്. അതിലും ഈ പറഞ്ഞ ഒരു 3500ഓളം എല്ലാവരും എന്നും പിടിക്കുന്നവരൊന്നുമല്ല. അതിലെനിക്ക് തോന്നുന്ന ഒരു പകുതിയോളം ആളുകൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നവരുമാണ്. ഇപ്പം അതല്ലാതെ ഇപ്പൊ കോളേജ് പ്രൊഫസർമാരോ ഡോക്ടർമാരോ ഒക്കെ ലൈസൻസ് ഉള്ളവരൊക്കെ ഉണ്ട്. വല്ലപ്പോഴൊക്കെ പിടിക്കും, അങ്ങനെ സിറ്റുവേഷൻ ഉള്ളവർ. ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് പാമ്പുകളെ മനുഷ്യവാസ പ്രദേശത്ത് നിന്ന് പിടിക്കുകയും വനപ്രദേശങ്ങളിലല്ലാതെ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓരോ ജില്ലയ്ക്കും അതത് ജില്ലയുടെ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ, ജില്ലാ കോർഡിനേറ്ററും, പിന്നെ ഒരു റെസ്ക്യൂവർ വളണ്ടിയർ, ജില്ലാ ഫെസിലിറ്റേറ്ററും ഉണ്ടാവും. ഈ ജില്ലാ ഫെസിലിറ്റേറ്റർ ആണ് ഇത് ഈ റെസ്ക്യൂ കോൾസും ഇതെല്ലാം ഒന്ന് ക്രോഡീകരിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ചിലപ്പോൾ ഡയറക്റ്റ് ഈ റെസ്ക്യൂവേഴ്സിന് കോൾ വന്ന് പോവും. അതല്ലെങ്കിൽ സർപ്പയിൽ ആളുകൾ റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വഴി അടുത്തുള്ള ആള് പിക്ക് ചെയ്യുകയും അടുത്ത ആള് ചെയ്യുകയും ചെയ്യും. അതല്ലെങ്കിൽ ചില സമയത്ത് ഈ ഫെസിലിറ്റേറ്ററിന് വരും. ഫെസിലിറ്റേറ്റർ ഇങ്ങനെ ഇന്ന ആള് ഡെസിഗ്നേറ്റ് ചെയ്ത് ഇന്ന അടുത്തുള്ള സ്ഥലം വെച്ച് അങ്ങനെ ആളെ വിടും, റെസ്ക്യൂ ചെയ്യും, റിലീസ് ചെയ്യും. അപ്പം ഇത് റെസ്ക്യൂ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ അതത് സോഷ്യൽ ഫോറസ്ട്രി അല്ലെങ്കിൽ RRT സ്ഥലങ്ങളിലാണ് ഇതൊരു വെക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ ദിവസവും കൊണ്ട് റിലീസ് ചെയ്യാന്ന് പറഞ്ഞത് ലോജിസ്റ്റിക്കലി പോസിബിൾ അല്ല. അപ്പൊ അവര് ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണയോ എന്നുള്ള രീതിയിൽ ഈ RRT-കൾ വനപ്രദേശങ്ങളിൽ ഫ്രീക്വൻസി എങ്ങനെയാ, എത്രത്തോളം കോൾ ഒരു ദിവസമൊക്കെ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഇൻസിഡന്റിന് ശേഷം ഭീകരമായിട്ട് നമ്പർ വരുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് 50-ൽ കൂടുതൽ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒക്കെ
നമ്പേഴ്സ് വരുന്നുണ്ട്. അതൊരു പക്ഷേ ആളുകൾ ഒന്നും കൂടി കോഷ്യസ് ആയി ആളുകൾ ചുറ്റുപാടും വൃത്തിയാക്കുന്നുണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. അതൊക്കെ കൂടി ആകാം. സന്ദീപ്, അതിന്റെ സർപ്പയുടെ എന്താണ് ഒഫീഷ്യലി? ഈ ലൈസൻസ് നൽകുന്ന മാസ്റ്റർ ട്രെയിനർമാരിൽ ഒരാളാണ്, ഈ ഗൈഡ് ലൈൻ കമ്മിറ്റി മെമ്പറാണ്. നമുക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് അതിന്റെ അതോറിറ്റി. പിന്നെ എല്ലാ ജില്ലയിലും സോഷ്യൽ ഫോറസ്ട്രി DFOമാരും റേഞ്ച് ഓഫീസർമാരും കോർഡിനേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സ്റ്റേറ്റ് നോഡൽ ഓഫീസർ മുഹമ്മദ് അൻവർ വൈ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹം ആണ് ഇത് ആകെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. സന്ദീപ്, എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വരുന്നത്? ഈ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതിൽ ഗവേഷണം ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ബയോടെക്നോളജിയിലേക്കൊക്കെ വരുന്നത്? ഒന്ന്, ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉള്ള പോലെ ജീവികളെ ഇഷ്ടമായിരുന്നു. അപ്പം അച്ഛനെ അറിയാലോ, അച്ഛന് ഷൺമുഖദാസ് സാറിന്റെ മകനാണ്. അച്ഛൻ ജീവികളെ ഒന്നും കൂട്ടിലിടുന്നൊന്നും ശരിയില്ല എന്നുള്ളതായിരുന്നു അച്ഛന്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ പെറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെറുപ്പത്തിലെ അത് ശരിയല്ല എന്നുള്ളത് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കും. പക്ഷെ അപ്പോഴും അക്വേറിയം ഉണ്ടായിരുന്നു. മത്സ്യങ്ങളെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷികളെ ഇഷ്ടമായി. അത് വെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ പറയുന്ന വരി ഇപ്പൊ പക്ഷി സർവേകളൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ സഹായമൊക്കെ ഉണ്ടായി. അങ്ങനെ നമുക്ക് കേരളത്തിലെ കാടുകളിൽ ഇങ്ങനെ പക്ഷികളെ നോക്കാനായിട്ട് ഒരുപാട് പോകാനും ഇതിനൊക്കെ സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. ഷൺമുഖദാസ് സാറും ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു എൻവയൺമെന്റ്, ഒരുപാട് ഇന്റർവ്യൂസും എഴുത്തും ഒക്കെ ആയിട്ട് ഒരു അല്ലേ, അത് ഭയങ്കരമായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലേ? അച്ഛൻ ചെറുപ്പത്തിൽ സൈലന്റ് വാലി കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ ഇതിങ്ങനെ എന്ത് എന്നുള്ളൊരു നിൽക്കുന്ന സമയത്ത് എനിക്കൊന്ന് +2 കഴിഞ്ഞ സമയത്ത് അന്ന് ഓ സണ്ണി എന്ന് പറഞ്ഞിട്ട് DFO ആയിട്ട് റിട്ടയർ ആയ തൃശ്ശൂർ ഉണ്ടായിരുന്നു അച്ഛൻ്റെ സുഹൃത്താണ്, ഈ എഴുത്ത് വലയത്തുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ശിരുവാണി പോയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇങ്ങനൊരു താല്പര്യം നല്ലോണം വന്നിട്ട് ആദ്യം പോകുന്ന യാത്രകളിൽ ഒന്നാണെന്ന്. സാബി സാർ അന്ന് അവിടുത്തെ റേഞ്ചറൊക്കെ ആയിരുന്ന സമയത്ത് ശിരുവാണി പോയി, സൈലന്റ് വാലി പോയി. പിന്നെ ഈ കാടുകൾ കയറിയത് തന്നെയാണ് നമ്മളെ ഇതിലേക്ക് കൂടുതലും അട്രാക്ട് ചെയ്തത്. പിന്നെ ഇങ്ങനെ പക്ഷികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് വയനാട്ടിലുള്ള ഡോക്ടർ അനിൽ സക്രിയ ഇങ്ങനെ തവളകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മനസ്സിലായി, ഇത് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. പിന്നെ ആ പ്രായത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയാ, ഇതേ ആനയും പുലിയും കടുവയും ഒക്കെ ഉള്ള കാട്ടിൽ, ഈ പക്ഷികളുള്ള കാട്ടിൽ രാത്രി വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു അഡ്രിനാലിൻ, അതും ഒരു കാരണമായിരുന്നു. അത് സ്വാഭാവികമായിട്ട് തവളയിൽ വർക്ക് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഈ പറയുന്ന വരി ഇന്നും എന്താ പറയാ, ഒരുപാട് പേരുള്ള സമയത്ത് ഇന്നും എന്താ പറയാ, ഇനിയും ഒരുപാട് പേർക്ക് വന്ന് വർക്ക് ചെയ്യാനുള്ള ഗ്യാപ്പുള്ളൊരു മേഖലയുണ്ട്. അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും തവളകളെ നോക്കുമ്പോൾ അവരുടെ ഇരപിടിയന്മാരായിട്ടുള്ള പാമ്പുകളും അത്തരത്തിലുള്ള ജീവികളും കണ്ടു തുടങ്ങി. അതിലും ലൈക്ക് എഫേർട്ട് വാസ് ദ സെയിം. അപ്പൊ രണ്ടും നോക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ഇപ്പൊ രണ്ടും അതിന്റെ ഇടയിൽ ഈ പറയുന്ന പോലെ ഒരു 2016 ഒരു കോൺഫറൻസിന്റെ ഭാഗമായിട്ട് കേംബ്രിഡ്ജിൽ പോകണ്ടായി. അന്ന് സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഒരു കോൺസർവേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. പിന്നെ അവരുടെ ഒരു ഫെലോഷിപ്പ് ലഭിക്കുകയും ചെയ്തു എനിക്ക് പാതാളത്തവളയിൽ ഉള്ള വർക്കിന്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു കോൺസർവേഷൻ എന്നുള്ള രീതിയിലേക്ക്, അതായത് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അതിൽ നമ്മൾ തന്നെ എഫേർട്ട് എടുത്താലേ അതിലൊരു കാര്യമുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിൽ സയന്റിഫിക് ആയിട്ടുള്ളൊരു അപ്രോച്ച് മനസ്സിലായപ്പോഴാണ് പിന്നെ ഓക്കെ കോൺസർവേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക് എന്നുള്ള രീതിയിൽ നോക്കി തുടങ്ങിയത്. അപ്പോഴാണ് പതുക്കെ ഈ പറയുന്ന രീതിയിൽ പാമ്പുകളുടെ കാര്യമായാലും അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വന്നു. ഒബ്വിയസ്ലി ഇപ്പം സിസ്റ്റവും മരംപൂപ്പും എല്ലാം ഇത് വളരെ കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സന്തോഷം തന്നെയാണ്. റിസർച്ച് സ്പെസിഫിക് ആയിട്ട് എന്തിലായിരുന്നു? ഞാൻ PhD ചെയ്തത് ഇരവികുളം വനമേഖലയിലെ ഉഭയജീവികളിലായിരുന്നു PhD ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഡോക്ക് തവളകളുടെ കുറച്ച് ജെനറ്റിക്സും ഡിസീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ്.